സ്റ്റെറിലൈസേഷൻ എന്താണ്? Made free from microorganisms. മൈക്രോ ഓർഗാനിസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വയബിൾ മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്, ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയിൽ ഇതിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ 4 size of millipore filter GS grade used for aseptic processing. ഓക്കെ, ഇത് അസെപ്റ്റിക് പ്രോസസ്സിംഗ് എന്നുള്ള ഏരിയയിലും സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ നിന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? 0.45 പ്ലസ് ഓർ മൈനസ് 0.02 എന്ന് പറയുന്നതും ഒരു മില്ലിപ്പോർ ഫിൽറ്റർ തന്നെയാണ്. അത് ശരിയാണ്. പക്ഷെ ഇതിനകത്ത് ഇവർ മില്ലിപ്പോർ ഫിൽറ്റർ GS ഗ്രേഡ് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 0.22 പ്ലസ് ഓർ മൈനസ് 0.02 ആണ്. ഓക്കെ, ഇനി മില്ലിപ്പോർ HA എന്ന് പറയുന്ന ഫിൽറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ 0.45 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ ആണ്. ഇത് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷനിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിലേക്കൊക്കെ പോകാം. അപ്പൊ അതിനു മുമ്പായിട്ട് അതിന്റെ ഇൻട്രഡക്ഷൻ ഒന്ന് കാണാം. സ്റ്റെറിലൈസേഷൻ നമ്മൾ പറഞ്ഞു, process by which all viable microorganisms are removed or destroyed based on probability function. Okay, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇത് കഴിഞ്ഞ DHS DME എക്സാമിന് വന്നതാണ്. Which among the following method represents chemical cold sterilization method? Sterilization using gases, sterilization using filtration, sterilization using radiation, sterilization using moist heat. ഏതാണ് ഉത്തരം? Using gases. വെരി ഗുഡ്. കെമിക്കൽ ആണ്, കോൾഡ് ആണ്, അപ്പൊ ഹീറ്റ് ഇല്ല, കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് യൂസിങ് ഗ്യാസസ് ആണ്. ഓക്കെ, പിന്നെ വലിയ ഹീറ്റിംഗ് വരാത്ത ഒരു ഓപ്ഷൻ ഇതിനകത്തുള്ളത് ഏതാണ്? യൂസിങ് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷനും കോൾഡ് മെത്തേഡ് നമുക്ക് പറയാം. കോൾഡ് മെത്തേഡ് ഉള്ള അതർ നെയിം ഇല്ല, പക്ഷേ ഹീറ്റ് ഉപയോഗിക്കുന്നില്ല. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ചിലയിടത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്. റേഡിയേഷൻ സ്റ്റെറിലൈസേഷനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നു. പക്ഷെ 100% നമുക്ക് റേഡിയേഷൻ സ്റ്റെറിലൈസേഷനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ UV റേഡിയേഷൻ, എക്സ്റേ, ഗാമ റേസ് ഒക്കെ ആണെങ്കിലും വളരെ റെയർ ആയിട്ട് ഈ ഇൻഫ്രാറെഡ് പോലുള്ള റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇൻഫ്രാറെഡ് റേഡിയേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ്. അപ്പൊ അങ്ങനെ ഹീറ്റ് ഉള്ള റേഡിയേഷനും ഉള്ളത് കൊണ്ട് റേഡിയേഷൻ സ്റ്റെറിലൈസേഷനെ പൂർണ്ണമായും നമുക്ക് കോൾഡ് മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഏറ്റവും കൃത്യമായിട്ട് കോൾഡ് മെത്തേഡ് എന്ന് പറയാവുന്ന ഒരെണ്ണം ഗ്യാസസ് ആണ്. അത് കെമിക്കൽ കോൾഡ് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയി. എഥിലീൻ ഓക്സൈഡ് പോലുള്ള ഗ്യാസ് കെമിക്കൽസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ നടത്തുന്നതിനെയാണ് കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചാൽ. തെർമൽ മെത്തേഡ്സും നോൺ തെർമൽ മെത്തേഡ്സും ഉണ്ട്. തെർമൽ മെത്തേഡ്സിലാണ് ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്, അതായത് ഹീറ്റും അപ്ലൈ ചെയ്യും, കൂടെ ഒരു ബാക്ടീരിയസൈഡോ മറ്റെന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ മെത്തേഡും കൂടെ അപ്ലൈ ചെയ്യും. അതാണ് കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്. അടുത്തതാണ് ഫ്രാക്ഷണൽ മെത്തേഡ്, മാർജിനൽ മെത്തേഡ്, ലോ ടെമ്പറേച്ചർ സ്റ്റീം, ഫോർമാൽഡിഹൈഡ്. ഈ ഫ്രാക്ഷണൽ മെത്തേഡ്, മാർജിനൽ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ മോയിസ്റ്റ് ഹീറ്റ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലൊക്കെ ഉള്ളതുപോലെ അത്രയും ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഈ ഫ്രാക്ഷണൽ മെത്തേഡ്, മാർജിനൽ മെത്തേഡിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ മാർജിനൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തന്നെ കാരണം ഈ ലോ ടെമ്പറേച്ചർ ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി നടക്കുമോ, എല്ലാ മൈക്രോബ്സും കിൽഡ് ആകോ എന്നുള്ളത് ദാറ്റ് ഇസ് നോട്ട് ഷുവർ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു മാർജിനലാണ്, അതുകൊണ്ടാണ് മാർജിനൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഫ്രാക്ഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള ടെമ്പറേച്ചർ ആണ്. ഇനിയിപ്പോ കാണും ഡ്രൈ ഹീറ്റിന്റെ മോയിസ്റ്റ് ഹീറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ 100ന്റെ മുകളിലാണ്. ഓർത്തിരിക്കുക, 100ന്റെ മുകളിലാണ്, കൂടുതൽ ടെമ്പറേച്ചർ ആണ്. ഈ ഫ്രാക്ഷണൽ മെത്തേഡിലും മാർജിനൽ മെത്തേഡിലൊക്കെ 100ന്റെ താഴെയുള്ള ടെമ്പറേച്ചർ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്രാക്ഷണൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ ടെമ്പറേച്ചർ ഉപയോഗിച്ച് കുറെ നേരത്തേക്ക് സാമ്പിളിന് ചെറിയ ഈ ടെമ്പറേച്ചർ, സ്പെസിഫിക് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിനേക്കാളും വലുതാണ്, പക്ഷെ 100ൽ താഴെയുള്ള ഒരു ടെമ്പറേച്ചറിൽ വെക്കുന്നു. അതിനുശേഷം ഫോർ എക്സാമ്പിൾ 1 അവർ അതിനെ വെക്കുന്നു, സാമ്പിളിനെ വെക്കുന്നു. 1 അവറിന് ശേഷം കുറെ നേരം റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നു. വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 1 അവർ ഈ ടെമ്പറേച്ചറിൽ വെക്കുന്നു.
പിന്നെ തിരിച്ച് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യം ഒരു സ്പെസിഫിക് ടൈമിലേക്ക് എക്സ്പോസ് ചെയ്യുന്നതിനാണ് ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് സ്പെസിഫിക് ടൈമിലേക്ക് എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് ഈ ഫ്രാക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലോ ടെമ്പറേച്ചർ സ്റ്റീം ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റീം സ്റ്റെറിലൈസർ, അതായത് ഓട്ടോക്ലേവിൽ നിന്ന് ഉപയോഗിക്കുന്ന അത്രയും ടെമ്പറേച്ചറില്ല, ചെറിയ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചർ കൊണ്ട് എല്ലാ മൈക്രോബ്സും ഡിസ്ട്രോയിഡ് ആയില്ലെങ്കിൽ എന്നുള്ള സാധ്യത മുന്നിൽ കണ്ട് ഫോർമാൽഡിഹൈഡ് ഒരു അഡീഷണൽ സ്റ്റെറിലൈസിങ് ഏജന്റ്, ഒരു കെമിക്കലും കൂടെ ആഡ് ചെയ്ത് നടത്തുന്ന സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തത് നോൺ തെർമൽ മെത്തേഡ് ആണ്. നോൺ തെർമൽ മെത്തേഡിലും ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ തന്നിട്ട് ഇത് ഏത് ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഫിസിക്കൽ ആണ്, ഫിസിക്കൽ മെത്തേഡ് ആണ്. ഓക്കെ, പിന്നെ നോൺ തെർമലിലെ ഫിസിക്കൽ മെത്തേഡ് ഏതാണ്, കെമിക്കൽ മെത്തേഡ് ഏതാണെന്ന് കാണാം. ഫിസിക്കൽ മെത്തേഡ്സ് ആണ് ഫിൽട്രേഷനും റേഡിയേഷനും. ഓക്കെ, ഫിൽട്രേഷന് മറ്റൊരു പേരുണ്ട്, മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്നുള്ള അതർ നെയിമിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന ഫിൽട്രേഷൻ ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ രണ്ട് തരത്തിലുണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും അയണൈസിങ് റേഡിയേഷനും. നോൺ അയണൈസിംഗിന് എക്സാമ്പിൾ ആണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ വെച്ചാൽ നോൺ അയണൈസിങ്. നോൺ അയണൈസിംഗ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാമ്പിളിനെ പോയി ഹിറ്റ് ചെയ്യുമ്പം അതിന് അയണൈസ് ചെയ്യാനുള്ള കഴിവില്ല. അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ പറ്റണം, ഹിറ്റ് ചെയ്ത് ഈ ഇലക്ട്രോൺസിന് ഇജക്ട് ചെയ്യാൻ പറ്റണം. അത്രയും ശക്തിയില്ലാത്ത റേഡിയേഷൻ ആണ് നോൺ അയണൈസിങ്. അപ്പൊ നോൺ അയണൈസിങ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എനർജി കുറഞ്ഞ റേഡിയേഷൻ ആണ്, ലോ എനർജി റേഡിയേഷൻ ആണ്. ഓക്കെ, നേരെ മറിച്ച് അയണൈസിങ് റേഡിയേഷൻ ആണെങ്കിലോ എനർജി കൂടുതലായിരിക്കും. അപ്പൊ അയണൈസിങ് റേഡിയേഷൻ ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, അതിന് പോയി ആറ്റംസിനെ ഹിറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് ഒക്കെ പുറത്തേക്ക് തള്ളി കളയാൻ പറ്റും. അപ്പൊ അയണൈസിങ് റേഡിയേഷൻ ഹൈ എനർജി ആയിരിക്കും. അപ്പൊ ഈ ലോ എനർജിയും ഹൈ എനർജി, നോൺ അയണൈസിങ്ങും അയണൈസിങ്ങും റേഡിയേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും പെനട്രേഷൻ പവർ കൂടുതൽ? അയണൈസിങ്ങിനാണ് പെനട്രേഷൻ പവർ. കാരണം എന്താ? അത് എനർജി കൂടുതലാണ്, അതിന് പെനട്രേഷൻ പവർ കൂടുതൽ. അങ്ങനെ ഓർത്തിരിക്കുക. ഗാമ റേഡിയേഷൻ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാമ റേഡിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻ ആണ്, അത് ഹൈ എനർജി റേഡിയേഷൻ ആണ്. അതിന്റെ പെനട്രബിലിറ്റിയെ പറ്റി ഒക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഓർക്ക് ഗാമ റേഡിയേഷൻ, ഈ അയണൈസിങ് റേഡിയേഷൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മുടെ റേഡിയേഷൻ നോൺ അയണൈസിങ്ങിന്റെ എക്സാമ്പിൾ ആണ് അൾട്രാ വയലറ്റ് ലൈറ്റ്. അപ്പൊ അതിനോട് ബന്ധപ്പെടുത്തി അടുത്ത പോയിന്റ് നമുക്ക് ഓർക്കാവുന്ന എന്താണ്? പെനട്രേഷൻ കുറഞ്ഞതായിരിക്കോ, പെനട്രേഷൻ കൂടിയതായിരിക്കോ കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അകത്തേക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുക? അല്ലെ നേരെ തിരിച്ചു ചോദിക്കാം, പെനട്രേഷൻ കൂടുതലുള്ള റേഡിയേഷൻ ആണോ കുറഞ്ഞ റേഡിയേഷൻ ആണോ പുറമേ ഉള്ള സർഫസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുക? കുറവുള്ളതിന്റെ ആവശ്യമുള്ളൂ അല്ലെ, അകത്തേക്ക് പോകേണ്ട കാര്യമില്ല. പുറമേ ഉള്ള സർഫസ് സ്റ്റെറിലൈസ് ചെയ്യാൻ പെനട്രേഷൻ കുറഞ്ഞ റേഡിയേഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അത് ഏതാണ്? നോൺ അയണൈസിങ് ആണോ അയണൈസിങ് ആണോ? നോൺ അയണൈസിങ്. അപ്പൊ ഉദാഹരണം അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഓക്കെ, നിങ്ങൾ മൈക്രോബയോളജി ഒക്കെ ലാബിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അൾട്രാ വയലറ്റ് ലൈറ്റുകൾ ഉണ്ടാവും. മെർക്കുറി ലാമ്പാണ് സാധാരണ അൾട്രാ വയലറ്റ് റേഡിയേഷന്റെ സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ലാമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് റൂമിൽ വെച്ചാൽ മതി. റൂമിൽ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? ആ റൂമിന്റെ ഭിത്തികളും അതിന്റെ സർഫസസ് എല്ലാം, ഫ്ലോർ, വോൾസ്, സീലിങ്സ് എല്ലാം സ്റ്റെറിലൈസ്ഡ് ആവും. അപ്പൊ സർഫസസ് ക്ലീൻ ചെയ്യാൻ അല്ലെ സർഫസസ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കുക, സർഫസ് ക്ലീൻ ചെയ്യാൻ അല്ലെ സ്റ്റെറിലൈസ് ചെയ്യാൻ അധികം എനർജി വേണ്ട, അതിന് പെനട്രേഷൻ അധികം ഇല്ലാത്ത എനർജി കുറഞ്ഞ റേഡിയേഷൻ മതി, അത് നോൺ അയണൈസിങ് ടൈപ്പ് ആയിരിക്കും. എക്സാമ്പിൾ UV റേഡിയേഷൻ ആണ്. ഓക്കെ, നേരെ മറിച്ച് ഈ കുറച്ച് പെനട്രേഷൻ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അയണൈസിങ് ആയിട്ടുള്ള റേഡിയേഷൻ തന്നെ വേണം. അത് ഇപ്പൊ ഡ്രഗ്സിന്റെ ഒക്കെ പൗഡർ, ഉദാഹരണത്തിന് ഈ വൈറ്റമിൻസ്, ഹോർമോൺസ്, ഈ വൈറ്റമിൻസ് ഹോർമോൺസിന്റെ ഒക്കെ പ്രത്യേകത വളരെ തെർമോ ലബയിലാണ്. പെട്ടെന്ന് ഈ നമ്മൾ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഡിറ്റീരിയോറേഷൻ സംഭവിക്കും.
അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, വൈറ്റമിൻസ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് അല്ലേ? ആ അതെ. അപ്പൊ വൈറ്റമിൻസ്, ഹോർമോൺസ്, അതിന്റെയൊക്കെ പൗഡർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യണം. അപ്പൊ ഡ്രൈ സ്റ്റേറ്റിലുള്ള അങ്ങനത്തെ മെഡിക്കമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്ക് അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ പൗഡേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ മറ്റൊരു മെത്തേഡ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേതാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. വെരി ഗുഡ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ജനറലി പൗഡേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ കൃത്യമായി ഓർക്കണം. കാരണം നമ്മൾ തന്നെ ഈ ടാബ്ലറ്റിന്റെ ഗ്രാനുൾസും അതും ഇതൊക്കെ ഹീറ്റ് ചെയ്യാൻ, പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ ഈ ഹോട്ട് എയർ ഓവൻ ഉപയോഗിക്കുന്നതാണ്. അതേ ഹോട്ട് എയർ ഓവനാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം ഈ എന്തുകൊണ്ടാണ് ആ ഡ്രൈ ഹീറ്റ് ഉപയോഗിക്കുന്നത്? അവിടെ നിങ്ങൾ അത് ചിന്തിക്കേണ്ടത് ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും കൂടെ കമ്പയർ ചെയ്താണ് ചിന്തിക്കേണ്ടത്. കാരണം മോയിസ്റ്റ് ഹീറ്റിനകത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ നനവുണ്ട്, സ്റ്റീമുണ്ട്, ആവിയാണ്. അപ്പൊ അത് ഈ പൗഡേഴ്സിൽ ഈ നനവ് തട്ടിക്കഴിഞ്ഞാൽ പൗഡേഴ്സിന്റെ നോർമൽ ക്വാളിറ്റി നഷ്ടപ്പെടും അല്ലേ? ഡ്രൈ ആയിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അവിടെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പൗഡേഴ്സിന് ജനറലി ഉപയോഗിക്കുന്നവർക്ക് വൈറ്റമിൻസ്, ഹോർമോൺസ് ഒക്കെ സോളിഡ് സ്റ്റേറ്റിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ഈ ആപ്ലിക്കേഷൻസിൽ നിന്ന് നല്ല പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റെറിലൈസേഷന്റെ ആപ്ലിക്കേഷൻസ് ഒരു സാധനം തന്നാൽ എന്ത് മെത്തേഡ് വെച്ച് സക്സസ്ഫുള്ളി സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് നോർമലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഓർക്കുക. ഓക്കെ. സോ കമ്മിങ് ടു ദ കെമിക്കൽ നോൺ തെർമൽ മെത്തേഡ്സ്, gaseous sterilization using ethylene oxide, beta propiolactone, hydrogen peroxide, ozone, carbon dioxide, peracetic acid. ഈ ഏജൻസ് ഒക്കെ ഗേഷ്യസ് ഏജൻസ് ആണ്. ഇത് ഉപയോഗിക്കുന്ന ഇത് വെച്ചുള്ള സ്റ്റെറിലൈസേഷനെ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഗ്യാസസ് മാത്രമല്ല, കൂടുതലും കോമൺ ആയിട്ട് ഗ്യാസസ് ആണ് ഉപയോഗിക്കുക. ഗ്യാസസ് അല്ലാത്ത കെമിക്കൽസും സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ നമ്മള് ഇനി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേച്ചർ ടൈം സ്പെസിഫിക്കേഷൻസ്. ഓക്കെ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും ആണ് നമ്മൾ ആദ്യം കാണുന്ന ഏറ്റവും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റെറിലൈസേഷൻ. അതിൽ രണ്ടിലും ഈ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന സാമ്പിളിനകത്തുള്ള മൈക്രോബ്സിനെ കില്ല് ചെയ്യണമെങ്കിൽ ഇത്ര ടൈമിൽ ഇത്ര ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടെമ്പറേച്ചറും ടൈമും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓട്ടോക്ലേവിന്റെ, അതായത് ടെമ്പറേച്ചേഴ്സ് ആൻഡ് കറസ്പോണ്ടിങ് ടൈം ഇന്റർവെൽസ് യൂസ്ഡ് ഇൻ ഓട്ടോക്ലേവ് എന്നുള്ള ആ ഹെഡിങ്ങിന്റെ അടിയിൽ രണ്ടാമത് വന്നേക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അതായത് 121 to 124 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 15 സ്ക്വയർ LB per pounds per square inch pressure, holding time 15 minutes. ഇതിനകത്ത് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്: the most common temperature time relationship for autoclave, അല്ലെങ്കിൽ autoclaving at 121 degree Celsius is to be done for dash minutes. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രഷറിനേക്കാൾ അധികമായി ചോദിക്കാറുള്ളത് ഈ ടെമ്പറേച്ചറും ടൈമും ആണ്. 121 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാം. മറ്റു വാല്യൂസും പഠിക്കണം, ഏത് വേണമെങ്കിലും ചോദിക്കാം. കൂടുതലായി ചോദിച്ച് കണ്ടേക്കുന്നത് ഇതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ നടുവിലത്തെ കോളം അതിനകത്ത് കറസ്പോണ്ടിങ് പ്രഷർ ആണ്. കാരണം നമ്മൾ ഓട്ടോക്ലേവിങ്ങിൽ ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ഈ രണ്ട് കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ നടുവിലത്തെ കോളം പ്രഷർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതിന്റെ മുകളില് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഒരു ടൈം ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ പഠിക്കുക: 160 to 170 degree Celsius for 2 to 4 hours. 160 to 170 degree Celsius for 2 to 4 hours. Okay. Okay. അപ്പൊ ഈ ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ ടെമ്പറേച്ചർ? ഡ്രൈ ഹീറ്റിനാണ് കൂടുതൽ ടെമ്പറേച്ചർ. ഏതിനാണ് കൂടുതൽ ടൈം? ഡ്രൈ ഹീറ്റിന് തന്നെയാണ് കൂടുതൽ ടൈം. ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെച്ച് മോയിസ്റ്റ് ഹീറ്റും ഡ്രൈ ഹീറ്റും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന ഡ്രൈ ഹീറ്റിനാണ്, കൂടുതൽ ടൈമും ഡ്രൈ ഹീറ്റിനാണ്. അപ്പൊ ഇതിനകത്ത് എഫിഷ്യന്റ് മെത്തേഡ് ഏതായിരിക്കും? മോയിസ്റ്റ് ഹീറ്റ് ആണ്. കുറഞ്ഞ ടെമ്പറേച്ചർ മതി, കുറഞ്ഞ ടൈം മതി. അപ്പൊ എന്തായാലും ഡ്രൈ ഹീറ്റിനേക്കാൾ എഫിഷ്യന്റ് മെത്തേഡ് ആണ് മോയിസ്റ്റ് ഹീറ്റ്. ഓക്കെ. ഈ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഇത്രയ്ക്ക് എഫിഷ്യന്റ് ആ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
തെർമൽ കപ്പാസിറ്റി ഓഫ് സ്റ്റീം ഈസ് വെരി മച്ച് ഹയർ ദാൻ ഹോട്ട് എയർ. അതായത് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനകത്ത് സ്റ്റെറിലൈസിങ് ഏജന്റ് സ്റ്റീം അണ്ടർ പ്രഷർ ആണ്. ഓട്ടോക്ലേവിനകത്ത് സ്റ്റീം, അതായത് ആവി അണ്ടർ ഹൈ പ്രഷർ, ഈ സ്റ്റീം അണ്ടർ പ്രഷർ ആണ് സ്റ്റെറിലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനകത്ത് അത് ഹോട്ട് എയർ ആണ്. അപ്പൊ ഈ നമ്മൾ ഈക്വൽ വെയിറ്റ് ഓഫ്, ഇപ്പൊ സപ്പോസ് 1 കിലോഗ്രാം സ്റ്റീം എടുത്തു, 1 കിലോഗ്രാം ഹോട്ട് എയർ എടുത്തു. അപ്പൊ ഇതിന്റെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ തെർമൽ കപ്പാസിറ്റി ഓഫ് സ്റ്റീം ഈസ് 500 ടൈംസ്. അതായത് ഈ സ്റ്റീമിന് ഒരു ഒബ്ജക്റ്റിനെ തട്ടുമ്പോൾ റിലീസ് ചെയ്യാൻ പറ്റുന്ന heat, it is 500 times compared to the heat liberated by equal weight of hot air. സെയിം വെയിറ്റ് ഹോട്ട് എയറിനേക്കാൾ 500 മടങ്ങ് ഹീറ്റ് ഇതിന് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ കൂടുതൽ എഫക്റ്റീവ് ആവാനുള്ള ഒരു കാരണം. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. Alkylation of protein molecules is the mechanism of sterilization by ethylene oxide. Ethylene oxide. Very good. നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് സാമ്പിൾസ് സ്റ്റെറിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്തെങ്കിലുമൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അതായത് മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിനകത്ത് എന്ത് മെക്കാനിസം വെച്ചാണ് ഓരോ മെത്തേഡിലും സ്റ്റെറിലൈസേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമാണ്. അപ്പം നമുക്ക് ആ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസംസ് ഒന്ന് കാണാം. ഇതാണ് ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സും അതിന്റെ മെക്കാനിസംസും. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസം ഓക്സിഡേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിലുള്ള ബയോമോളിക്യൂൾസിനെ ഓക്സിഡൈസ് ചെയ്യുന്നു, അങ്ങനെ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നു. അതിന്റെ നോർമൽ കണ്ടീഷൻ മാറുന്നു, നോർമൽ മോളിക്യൂൾസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ദ ഓർഗാനിസം വിൽ ബി ഡിസ്ട്രോയിഡ്. അതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസം. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസം കൊയാഗുലേഷൻ ആൻഡ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മൈക്രോബിയൽ, നമുക്കറിയാം എല്ലാ സെൽസ്, ടിഷ്യൂസ് ഓൾ ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്ന് പറയുന്ന സ്ട്രക്ചറൽ മോളിക്യൂൾ ആണ്. പ്രോട്ടീൻസ് ആണ് മൈക്രോബ്സിന്റെയും വലിയ ഓർഗാനിസത്തിന്റെ ഒക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻസിനെ കൊയാഗുലേറ്റ് ചെയ്ത് ഡീനേച്ചർ ചെയ്യും, അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തും. അതാണ് മോയിസ്റ്റ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസം കൊയാഗുലേഷൻ ആൻഡ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തേത് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ എന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾ ന്യൂക്ലിക് ആസിഡ്സിനെ ഓർക്കുക, അങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജനറലി റേഡിയേഷൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് വന്ന് മൈക്രോബ്സിനെ ഹിറ്റ് ചെയ്യുന്നു. മൈക്രോബ്സിലുള്ള മോളിക്യൂൾസിൽ ബയോമോളിക്യൂൾസ് ചേഞ്ചസ് വരുത്തുന്നു, ഡാമേജ് വരുത്തുന്നു. അങ്ങനെ ഈ മൈക്രോബ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാവുന്നു, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതാവുന്നു. ജനറലായി നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആവുന്ന മോളിക്യൂൾ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അപ്പൊ കൃത്യമായിട്ട് റേഡിയേഷൻ സ്റ്റെറിലൈസേഷന്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ കോസിങ് ഡാമേജ് ടു ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, ഇനി കമ്മിങ് ടു സ്റ്റെറിലൈസേഷൻ ബൈ ഗ്യാസസ്, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. എത്തിലീൻ ഓക്സൈഡ്, ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, പ്രൊപ്പിലീൻ ഓക്സൈഡ്, ന്യൂട്രാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് ഒക്കെ ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ആണ്. ഈ ഏജൻസ് ഒക്കെ ആൽക്കൈലേഷൻ ആണ് നടത്തുന്നത്. അതായത് എത്തിലീൻ ഓക്സൈഡ് നമുക്കറിയാം, അതിനകത്ത് എത്തിലീൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ എത്തിലീൻ പോയി ഈ മൈക്രോബിയൽ മോളിക്യൂൾസ്, മൈക്രോ ഓർഗാനിസത്തിന്റെ മോളിക്യൂളിൽ ബൈൻഡ് ചെയ്യുന്നു, അതായത് അതിനെ ആൽക്കൈലേറ്റ് ചെയ്യും. ഓക്കെ, ആൽക്കൈലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോർമൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അതിന്റെ ബിഹേവിയർ നഷ്ടപ്പെടും. ഈ ആൽക്കൈലേഷൻ റിയാക്ഷനിലൂടെയാണ് ഈ കെമിക്കൽ, ഈ എത്തിലീൻ ഓക്സൈഡ്, ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, പ്രൊപ്പിലീൻ ഓക്സൈഡ്, ന്യൂട്രാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, ഈ കെമിക്കൽസ് ഒക്കെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. വേറെ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓസോൺ, ക്ലോറിൻ ഡയോക്സൈഡ്, അസറ്റിക് ആസിഡ്, ഇവര്
ഓക്സിഡേഷൻ ആണ് ഓക്സിഡേഷൻ സിമിലർ ടു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസിങ് ഏജൻസിനെ ക്ലാസിഫൈ ചെയ്യാം, ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ആൻഡ് ഓക്സിഡൈസിങ് ഏജൻസ്. അപ്പൊ അത് മാറിപ്പോകരുത്, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്തിലീൻ ഓക്സൈഡ് എന്ന് ചോദിച്ചാൽ ആൽക്കൈലേഷൻ തന്നെയാണ് ആൻസർ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡേഷൻ. ഓക്കെ, ഫിൽട്രേഷൻ മെക്കാനിക്കൽ മെത്തേഡാണ്, അഥവാ മെക്കാനിസം ചോദിക്കുകയാണെങ്കിൽ സെപ്പറേഷൻ ആണ്. അതായത് മൈക്രോബ്സിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നു, ഫിൽട്ടറിൽ തങ്ങി നിൽക്കുന്നു മൈക്രോബ്സ്, താഴേക്ക് വരുന്ന ഫിൽട്രേറ്റ് വിൽ ബി ഫ്രീ ഫ്രം മൈക്രോബ്സ്. അതുകൊണ്ടാണ് അതിന്റെ പോർ സൈസ് ഇമ്പോർട്ടന്റ് ആവുന്നത്. കാരണം എന്താണ്, മൈക്രോബ്സിനെ ഫിൽട്ടർ ചെയ്ത് നീക്കാനുള്ള ചെറിയ പോർസ് ഉള്ള ഫിൽറ്റേഴ്സ് ആണ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ്, ഫിൽട്ടർ പേപ്പർ അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ നടക്കില്ല. മൈക്രോബ്സിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന പോർ സൈസ് ഉള്ള ഫിൽട്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പോർ സൈസിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മെത്തേഡ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഡ്രസ്സിങ്സ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷന്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് കാണാം. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിനകത്ത് നിന്ന് സാധാരണഗതി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ടേബിള് നന്നായി പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഓയിൽസും പൗഡേഴ്സും നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം എന്താ, പൗഡേഴ്സ് ഈ നനവ് കണ്ടീഷനിൽ നന്നായി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡ്രൈ ഹീറ്റിന് സ്റ്റെറിലൈസേഷൻ ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഈ ഡ്രൈ ഹീറ്റിനെ മോയിസ്റ്റ് ഹീറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് മോയിസ്റ്റ് ഹീറ്റിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്തതെല്ലാം ഡ്രൈ ഹീറ്റിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും മിക്കതും എന്നോർക്ക്, നേരെ തിരിച്ചു. അപ്പൊ അത് രണ്ടും നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഓയിൽസ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? എണ്ണ നനഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തോ കനച്ചു പോകും, റാൻസിഡ് ആവും അല്ലെ? നമ്മൾ എണ്ണ നനയ്ക്കാറില്ല വീട്ടിൽ. അപ്പൊ ഓയിൽസ് നമുക്ക് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഒരു ആപ്ലിക്കേഷൻ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓയിൽസ്. രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പൗഡേഴ്സ്. മൂന്നാമത്തേത് ഗ്ലാസ് വെയേഴ്സ് ആണ്. ആക്ച്വലി ഈ ഗ്ലാസ് വെയേഴ്സ് നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും ചെയ്യാൻ പറ്റും, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും ചെയ്യാൻ പറ്റും. നിങ്ങൾ ലാബിലൊക്കെ കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ ഓട്ടോക്ലേവിന്റെ അകത്ത് വെച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാൻ പറ്റും, പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ രണ്ട് മെത്തേഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ബെസ്റ്റ് മെത്തേഡ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനകത്ത് ഈ ഗ്ലാസ്സിൽ ക്ലൗഡിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ക്ലാരിറ്റി കുറയും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഗ്ലാസിനെ സംബന്ധിച്ച് ബെസ്റ്റ് മെത്തേഡ്. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി 3 ആപ്ലിക്കേഷൻ പഠിച്ചു, പൗഡേഴ്സ്, ഓയിൽസ് ആൻഡ് ഗ്ലാസ് വെയേഴ്സ്. പിന്നീട് പറയുന്നത് മെറ്റാലിക് ആർട്ടിക്കിൾസ് ആണ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് മെറ്റാലിക് ആർട്ടിക്കിൾസ് ആണ്, അതുപോലെ അൺഹൈഡ്രസ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കുമ്പം എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഇപ്പൊ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞേക്കുന്ന ഒരു 2 കാര്യങ്ങള്, ഒന്ന് സർജിക്കൽ ഡ്രസ്സിങ്സ് ആണ്, 2 ഷാർപ്പ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ സർജിക്കൽ ഡ്രസ്സിങ്സ് എന്തുകൊണ്ട് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല? സർജിക്കൽ ഡ്രസ്സിങ്സ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ടൊരു ഗോസ് റോൾ ഓർക്കുക, വലിയ ഗോസ് റോൾ ഓർക്കുക. അപ്പൊ അത് നമ്മൾ അകത്ത് കൊണ്ടുവച്ചു, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ, അതായത് ഹോട്ട് എയർ ഓവന്റെ അകത്ത് കൊണ്ടുവച്ചു. അതിന്റെ ഉള്ളിലേക്ക് ഹീറ്റ് പെനട്രേറ്റ് ചെയ്യാൻ കുറെ സമയം എടുക്കും. പുറം ആ സമയം കൊണ്ട് ഓവർ ഹീറ്റഡ് ആവും. അതിനകത്ത് കുറച്ച് ഈ ഫൈബേഴ്സ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ് ആയതുകൊണ്ട് അതിന് നാച്ചുറൽ മോയ്സ്ചർ ഉണ്ടാവും എന്നാണ് പറയുക. അതൊക്കെ ഡ്രൈഡ് അപ്പ് ആവും, അങ്ങനെ ചാറിങ് ഉണ്ടാവും, കരിഞ്ഞു പോകും, സിമ്പിൾ ആയി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സർജിക്കൽ ഡ്രസ്സിങ്സ് നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ എക്സെപ്ഷൻ ഉണ്ട്. ഏതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജിക്കൽ ഡ്രസ്സിങ്? പാരഫിൻ ഗോസ്. വെരി ഗുഡ്, വെരി ഗുഡ്. പാരഫിൻ ഗോസ് ഡ്രസ്സിങ്. പാരഫിൻ ഗോസ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് പാരഫിനകത്ത് ഒരു ഗോസ് പീസ് മുറിച്ചിട്ടിട്ട് അത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ് ഈ പാരഫിൻ ഗോസ് ഡ്രസ്സിങ്. ഇപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഓയിൽ, സോ നോ പ്രോബ്ലം, ഇറ്റ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക.
Surgical dressings cannot be sterilized by dry heat sterilization, whereas paraffin gauze dressing can be sterilized by dry heat sterilization. Clear alle? Clear ആണ്. Okay. So രണ്ടാമത്തേത് ഷാർപ്പ് കട്ടിംഗ് എക്യുപ്മെന്റ്സ്, അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഇതിന് പറയുന്ന കാരണം ഇതാണ്, ഓക്സിഡേഷൻ സംഭവിച്ച് ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒക്കെ പിന്നെ അതിന്റെ മൂർച്ച കുറഞ്ഞു പോകും എന്നുള്ളതാണ് പറയുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അപ്പൊ ഷാർപ്പ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഉറപ്പായും നമുക്ക് ആൻസർ ചെയ്യാം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. പക്ഷെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ആപ്ലിക്കേഷനകത്ത് സിസേഴ്സും സ്കാൽപ്പൽസ് ഒക്കെ പറയുന്നുണ്ട്. അത് നോർമൽ ആയിട്ടോ ഇങ്ങനെ വലിയ ഷാർപ്പ് അല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ. ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കും. ഷാർപ്പ് കട്ടിംഗ് മെറ്റീരിയൽസ് കനോട്ട് ബി, ഷാർപ്പ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ ഡ്രൈ ഹീറ്റ് എന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സിസേഴ്സ് സ്കാൽപ്പൽസ് ഒക്കെ അതിന്റെ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ടെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു അഡ്വാൻറ്റേജ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആയിട്ട് പറയുന്നത്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഒരു ഗുണമായിട്ട് പറയുന്ന കാര്യമാണ് എന്ത്? ഗ്ലാസ് സിറിഞ്ചസ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ്. ഗ്ലാസ് സിറിഞ്ചസ് എന്ന് എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് സത്യത്തിൽ ഇപ്പൊ നമുക്ക് വലിയ റിലവന്റ് ആയ ഒരു കാര്യമല്ല. ഈ ഗ്ലാസ് സിറിഞ്ച് ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു സ്റ്റുഡന്റ് ചോദിച്ചു ഈ ഗ്ലാസ് സിറിഞ്ച് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായി ഗ്ലാസ് സിറിഞ്ചസ് ആർ നോട്ട് അറ്റ് ഓൾ വൈഡ്ലി യൂസ്ഡ് നൗ. ഇപ്പൊ അധികം ഉപയോഗിക്കുന്നില്ല, വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്ലാസ് സിറിഞ്ച്. അപ്പൊ ഇതിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ പറ്റി നമ്മൾ അങ്ങനെ ഭയങ്കര തറവായിട്ട് അറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ടെക്സ്റ്റിൽ എടുത്തു പറയുന്ന കാര്യം ആയതുകൊണ്ടും നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പറയുന്ന റീസൺ ഇതാണ്. ഗ്ലാസ് സിറിഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സിറിഞ്ചിലോട്ട് നീഡിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അപ്പൊ ആ സിറിഞ്ച് നീഡിൽ അറ്റാച്ച് ചെയ്യുന്നിടത്ത് ചെറിയ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലാണെങ്കിൽ ഈ ഓവനകത്തെ എയർ ചൂടാകുന്നതിനനുസരിച്ച് ഈ സിറിഞ്ച് അകത്തിരുന്ന് ചൂടായിക്കോളും, യൂണിഫോം ആയിട്ട് ചൂടാവും. നേരെ മറിച്ച് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനകത്താണെങ്കിൽ സ്റ്റീമാണ് സ്റ്റെറിലൈസിങ് ഏജന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്റ്റീം എവിടെയൊക്കെ ചെന്ന് തട്ടുന്നു അവിടെയാണ് സ്റ്റെറിലൈസേഷൻ നടക്കുക. അപ്പൊ ഈ ഗ്ലാസ് സിറിഞ്ചസിന്റെ ചെറിയ കോർണേഴ്സിലൊന്നും സ്റ്റീമിന് പോയി തട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് സിറിഞ്ചസ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. സിറിഞ്ചസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് ആണെന്ന് ഓർക്കുക. പ്ലാസ്റ്റിക് സിറിഞ്ച് കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ്. കാരണം എന്താ? ഡ്രൈ ഹോട്ട് എയർ ഓവനിൽ പ്ലാസ്റ്റിക് സിറിഞ്ച് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകിപ്പോകും. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സിറിഞ്ച് അപ്പം സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ആണ് പ്ലാസ്റ്റിക് സിറിഞ്ചസിന് പറയുന്ന ഒരു മെത്തേഡ്, എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഗ്ലാസ് സിറിഞ്ച് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, പ്ലാസ്റ്റിക് സിറിഞ്ച് എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. അയണൈസിങ് റേഡിയേഷനും പ്ലാസ്റ്റിക് ഡിവൈസസ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ പ്ലാസ്റ്റിക് എന്ന് ആലോചിക്കുമ്പോൾ രണ്ട് മെത്തേഡ് ഓർക്കുക, എത്തിലീൻ ഓക്സൈഡ്, അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലെ ഇഞ്ചക്ഷൻസ് മെജോറിറ്റിയും ഏത് മെത്തേഡ് വെച്ചാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതല്ല. മെജോറിറ്റി ഓഫ് ഇഞ്ചക്ഷൻസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവിംഗ് എന്നാണ് പറയുന്നത്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അതിനകത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ? ഓക്കെ, ഇല്ല. ഇഞ്ചക്ഷൻസ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പറയുന്നുണ്ടോ മാം? ഇഞ്ചക്ഷൻസ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അങ്ങനെ എടുത്തു പറയുന്നില്ല. ഇഞ്ചക്ഷൻസ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ആയിട്ട് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. പ്രൊജസ്ട്രോൺ, മറ്റേ ടെസ്റ്റോസ്റ്റെറോൺ, അത് ഓയിലാണ് സസ്പെൻഡ് ചെയ്യുന്നത്. ഓയിലി ആയിട്ടുള്ളതൊക്കെ ഒന്നും നമുക്ക് മോയിസ്റ്റ് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല. അക്വസ് ഇഞ്ചക്ഷൻസ് ആണ് മോയിസ്റ്റ് ഹീറ്റ് ചെയ്യുക. ഓയിലി ആയിട്ടുള്ളത് ഇതുണ്ടോ, ഓയിലി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുക. ആ ഒരു ആസ്പെക്ടിൽ ഓയിലി ഇഞ്ചക്ഷൻസ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യൻ വരുമ്പോ ഈ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓയിലി ഇഞ്ചക്ഷൻ എന്നൊന്നും അല്ല ചോദിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ചോദിച്ചിട്ടാണ്
ചോദിക്കുക. അപ്പൊ നമ്മൾ അത് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണോ അത് ഓയിലിൽ സസ്പെൻഡ് ചെയ്യുന്നതാണോ എന്നുള്ളൊരു ഏകദേശ ധാരണ വെച്ചാൽ കറക്റ്റ് ആ മോളിക്യൂൾ ഏത് ഓയിലിലാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് അത്രയ്ക്കും ഒരു എന്താ പറയാ അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. ഒരു ഏകദേശ ധാരണ വെച്ചേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓയിലിൽ സസ്പെൻഡ് ചെയ്യുന്നതാണ് നിർബന്ധമായും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ആൻസർ വരിക. കാരണം എന്താണ്, ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വരില്ല. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മറ്റു മെത്തേഡ്സ് ഉപയോഗിക്കാമായിരിക്കും. ഈ പറയുന്ന നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ, അയണൈസിങ് റേഡിയേഷൻ, അങ്ങനെയുള്ള മറ്റു മെത്തേഡ്സ് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇനി കമ്മിങ് ടു ഇഞ്ചക്ഷൻ സൊല്യൂഷൻസ്. പിന്നെ ക്ലോഷേഴ്സ് നമുക്ക് എങ്ങനെ ഡ്രൈ മോയിസ്റ്റ് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ പറ്റും? ക്ലോഷേഴ്സ് യൂഷ്വലി മെയ്ഡപ്പ് ഓഫ് എന്താണ്? വയൽസിന്റെ ഒക്കെ ക്ലോഷേഴ്സ് ആർ മെയ്ഡപ്പ് ഓഫ് റബ്ബർ. അപ്പൊ മോസ്റ്റ് റബ്ബേഴ്സ് ആർ ഡിസ്ട്രോയ്ഡ് ഓർ ഡാമേജ്ഡ് ബൈ ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റിലാണ് ടെമ്പറേച്ചർ കൂടുതൽ, ടൈം കൂടുതൽ. അപ്പൊ അതിനകത്ത് റബ്ബേഴ്സ് ഡാമേജ്ഡ് ആവും. അതുകൊണ്ട് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് റബ്ബറിന് ചെയ്യാൻ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കാം. ഫിൽറ്റേഴ്സ് ഫോർ സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ് ആദ്യം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവിംഗ് ആണ്. സർജിക്കൽ റെസിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലാസ് ചെയ്യാം. പക്ഷെ ബെറ്റർ ചോയ്സ് ഇസ് വിച്ച് മെത്തേഡ്? Dry heat. Okay. So coming to radiation, ultraviolet radiation എന്ന് ഓർക്കുമ്പോഴേ നമ്മൾ ആപ്ലിക്കേഷൻ എന്തോർക്കണം? അയണൈസിങ് ആണോ നോൺ അയണൈസിങ് ആണോ? നോൺ അയണൈസിങ് ആണ്. പെനട്രേഷൻ കുറവാണ്, സർഫസ് സ്റ്റെറിലൈസ് ചെയ്യാൻ എന്ന് ഓർക്കുക. അപ്പൊ ഹോസ്പിറ്റൽ, ഓപ്പറേറ്റിംഗ് റൂംസ്, അസെപ്റ്റിക് ഫില്ലിംഗ് റൂംസ് എക്സെട്ര. അപ്പം UV റേഡിയേഷന്റെ മെയിൻ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റെറിലൈസ് സർഫസസ്. ഒരു അഡീഷണൽ സാധനം കൂടെ ഓർത്തോ, വാട്ടർ സിസ്റ്റംസിൽ അഡീഷണൽ മൈക്രോബിയൽ കൺട്രോൾ ആയിട്ട് ഒരു മെത്തേഡ് വെച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവും. അഡീഷണൽ ആയിട്ടൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ, അഡീഷണൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന നിലയിൽ UV സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, കമ്മിങ് ടു അയണൈസിങ് റേഡിയേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്ലാസ്റ്റിക് ഡിവൈസസ് അയണൈസിങ് റേഡിയേഷൻ എതിലീൻ ഓക്സൈഡ് ഒക്കെ വെച്ച് ചെയ്യുന്നത്. വൈറ്റമിൻസ്, ആന്റിബയോട്ടിക്സ്, ഹോർമോൺസ് ഇൻ ഡ്രൈ സ്റ്റേറ്റ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ അയണൈസിങ് റേഡിയേഷൻസ്. ഓൾസോ സ്യൂച്ചേഴ്സ് അയണൈസിങ് റേഡിയേഷൻസ്, ഗാമ റേഡിയേഷൻ ഒക്കെ വെച്ചാണ് സ്യൂച്ചേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫിൽട്രേഷൻ മെത്തേഡിനകത്ത് തെർമോലബൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ വെച്ച് ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും വെച്ച് ചെയ്യാൻ പറ്റാത്തത് ഈ ലാർജ് വോളിയം പാരന്റൽസ് ഒക്കെ ഫിൽട്രേഷൻ ആണ് ചെയ്യുക. അക്വസ് ലിക്വിഡ്സ്, ഓയിൽസ്, ഇൻഓർഗാനിക്സ്, ഓർഗാനിക് സൊല്യൂഷൻസ്, ഗ്യാസ്, ആൻഡ് ഓൾസോ നോൺ ടെർമിനൽ സ്റ്റെറിലൈസേഷൻ. ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. എന്താണ് ഈ ടെർമിനൽ സ്റ്റെറിലൈസേഷനും നോൺ ടെർമിനൽ സ്റ്റെറിലൈസേഷനും? ഹീറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാത്തതല്ല. ടെർമിനൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം എന്നുള്ളൊരു അർത്ഥം. അപ്പൊ ഫൈനൽ പാക്കേജിങ്ങിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് ടെർമിനൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഇൻജെക്റ്റബിൾ ഉണ്ടാക്കി, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാക്കി, അത് ആംബ്യൂളിനകത്ത് പാക്ക് ചെയ്ത് അതിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെർമിനൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഫിൽട്രേഷൻ ആ ലിക്വിഡ് ആ ഫിൽറ്ററിൽ കൂടെ കടന്നു പോകണം. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുമോ ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ആയിട്ട്? പറ്റും. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, വാട്ട് ഈസ് എ സ്റ്റെറിലൈസിംഗ് ഏജന്റ് ഇൻ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? സ്റ്റീം അണ്ടർ പ്രഷർ. അപ്പൊ സ്റ്റീം, നിങ്ങൾ ഓട്ടോക്ലേവിലേക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നു വിചാരിക്കുക. ഈ സ്റ്റീം വിൽ ഇറ്റ് ടച്ച് ദ ഇഞ്ചക്ഷൻ? No. Then how you can do terminal sterilization? ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കണ്ടക്ഷൻ ഉണ്ടാവും. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഡ്രൈ ഹീറ്റിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെത്തേഡ്സ് ആയിട്ടാണ്. ഇത് ആ വാക്കുകളൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചൂടുള്ള ഒരു മെറ്റീരിയലില് തട്ടും നമ്മൾ എന്താ പറയുക, ഫിസിക്കലി ടച്ച് ചെയ്തിരിക്കുന്ന ഒരു കോൾഡ് മെറ്റീരിയലിലേക്ക്, ഹോട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഫിസിക്കലി ടച്ച് ചെയ്തിരിക്കുന്ന ഒരു കോൾഡ് ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അതാണ് കണ്ടക്ഷൻ.
കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റ് അതിന്റെ അടുത്തുള്ള എയർ ഹീറ്റഡ് ആവും. ഈ ഹീറ്റഡ് ആയ എയർ മുകളിലേക്ക് ഉയരും, എന്നിട്ട് കോൾഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ചെന്ന് തട്ടുമ്പോൾ അതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ത്രൂ എയർ ആണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ കൂടെ ഡയറക്റ്റ് ആയിട്ടൊരു ഹോട്ട് സോഴ്സിൽ നിന്ന് ഒരു കോൾഡ് ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് റേഡിയേഷൻ. ഓക്കെ, അത് നമ്മൾ ഈ ഹോട്ട് എയറുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത്. ഈ ഇഞ്ചക്ഷൻ എന്തുകൊണ്ടാണ് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ആൻസർ ഇതാണ്. ഈ ഓട്ടോക്ലേവിനകത്ത് സ്റ്റീം അണ്ടർ പ്രഷർ ആണ് സ്റ്റെറിലൈസിങ് ഏജന്റ്, മോയിസ്റ്റ് ഹീറ്റ് ആണ്. അതായത് മോയിസ്ചർ ഈസ് നെസസറി ഇൻസൈഡ് ആൻ ഓട്ടോക്ലേവ്. ഇൻസൈഡ് ആൻ ഓട്ടോക്ലേവ് in order to get successful sterilization, there should be the presence of moisture. ഓട്ടോക്ലേവിനകത്ത് സ്റ്റെറിലൈസേഷൻ നടക്കണമെങ്കിൽ മോയിസ്ചർ, വാട്ടറിന്റെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം സാധാരണ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ ഈ മോയിസ്റ്റ് ഹീറ്റ് ഈ ഓട്ടോക്ലേവിനകത്തുള്ള ആവി തന്നെ ചെന്ന് തട്ടും. ഈ ആവിയിലുള്ള വാട്ടർ ഇറ്റ് ഈസ് നെസസറി ടു കിൽ ദ മൈക്രോ ഓർഗാനിസം. ഓട്ടോക്ലേവിനകത്ത് ഈ നനവ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പക്ഷെ അക്വസ് ഇഞ്ചക്ഷന്റെ കേസിൽ എന്താണ്? ഈവൻ ദോ ദ സ്റ്റീം ഈസ് നോട്ട് ടച്ചിങ് ദ ഇഞ്ചക്ഷൻ ഇൻസൈഡ് ആംബ്യൂൾ. ആംബ്യൂളിന്റെ അകത്തുള്ള ഇഞ്ചക്ഷനിലേക്ക് സ്റ്റീം ചെന്ന് തട്ടുന്നില്ല എങ്കിൽ പോലും ഈ ആംബ്യൂളിന്റെ അകത്ത് എന്തുണ്ട്? ലിക്വിഡ് ഉണ്ട്. അക്വസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഓയിലി ആയിട്ടുള്ളത് ചെയ്യാറില്ല. അക്വസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കുകയും പിന്നെ നനവുണ്ട്, അതായത് വാട്ടറിന്റെ പ്രസൻസ്. സോ ദാറ്റ് വാട്ടർ ഈസ് സഫിഷ്യന്റ് ടു ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് വെൻ ഹീറ്റ് ആൻഡ് പ്രഷർ ഈസ് സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ്. അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ ഓർക്കരുത് ഈ സ്റ്റീം ചെന്ന് തട്ടുന്ന ഇഞ്ചക്ഷൻസിനെ മാത്രമേ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ടെർമിനൽ മെത്തേഡായിട്ടും നമുക്ക് ഓട്ടോക്ലേവിംഗ് ഉപയോഗിക്കാം. വേറെ ഫിൽട്രേഷൻ നമുക്ക് അങ്ങനെ ടെർമിനൽ മെത്തേഡായി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇഞ്ചക്ഷൻ ഒഴിക്കണം. അത് അകത്ത്, അതായത് പാക്കിംഗ് കഴിഞ്ഞ ഇഞ്ചക്ഷന് സാധ്യമല്ല. അപ്പൊ ഫിൽട്രേഷൻ ഈസ് എ നോൺ ടെർമിനൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, മോയിസ്റ്റ് ഹീറ്റിന്റെ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരോ? മോയിസ്റ്റ് ഹീറ്റിനകത്ത് ബാക്ടീരിയനെ കില്ല് ചെയ്യണമെങ്കിൽ മോയിസ്ചറിന്റെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, സാധാരണ മോയിസ്ചർ ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു സർജിക്കൽ ഡ്രസ്സിങ്ങോ ഒരു സിറിഞ്ചോ ഒക്കെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതിൽ ഈ ആവി ചെന്ന് തട്ടുമ്പോൾ, മോയിസ്റ്റ് ഹീറ്റ് ചെന്ന് തട്ടുമ്പോൾ ആ മോയിസ്റ്റ് ഹീറ്റിൽ അല്ലെങ്കിൽ ആ വേപ്പറിനകത്ത് വാട്ടർ ഉണ്ട്. ദാറ്റ് വാട്ടർ വിൽ ഹെൽപ്പ് ഇൻ ദ killing of microorganisms. Okay, will help in coagulation, protein coagulation. Whereas in the case of injection കേസിൽ എന്താണ്? ഈ ആവിക്ക് അകത്ത് ചെന്ന് തട്ടാൻ പറ്റില്ല. ആംബ്യൂളിനകത്ത് പാക്ഡ് ആണ്, സീൽഡ് ആണ്, ഹോളൊന്നും ഇല്ല. അപ്പം പുറത്തുനിന്നുള്ള ഹീറ്റ്, ഇഞ്ചക്ഷൻ ഹീറ്റഡ് അപ്പ് ആവും. പുറത്തുള്ള ഹീറ്റ് ചെന്ന് തട്ടി ഇത് ഹീറ്റഡ് അപ്പ് ആവും. അകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. അക്വസ് ഇഞ്ചക്ഷൻ ആണ്. അകത്ത് നനവുണ്ട്. ആ നനവ് ഈ മോയിസ്ചറിന്റെ പർപ്പസ് ആ മോയിസ്ചർ ചെയ്യും. അപ്പൊ നമുക്ക് പുറമേ നിന്നുള്ള ആവി ഡയറക്റ്റ് ചെന്ന് തട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? നനഞ്ഞു പോകൂലേ? ഏതാണ്? സ്റ്റീം തട്ടുമ്പോഴേ റാപ്പ് ചെയ്താ വെക്കാറ്. നനഞ്ഞു പോകില്ല, ഫുൾ നനഞ്ഞൊന്നും പോകില്ല. അപ്പൊ സ്റ്റീം അതിനെ ടച്ച് ചെയ്യണില്ല. സ്റ്റീം ടച്ച് ചെയ്യുന്നത് ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള റാപ്പിംഗ് ആണ്. ഓക്കെ, നനയില്ല, എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കമ്മിങ് ടു നെക്സ്റ്റ് മെത്തേഡ്, എഥിലീൻ ഓക്സൈഡ്. ഇപ്പം ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ നനവ് വേണമെന്നാ പറഞ്ഞത് കേട്ടോ. അത് എന്താ പറയാ, അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്തായാലും ഈ പറയുന്ന മോയിസ്ചർ ഈ കോയാഗുലേഷൻ നടക്കാൻ ആവശ്യമാണ്. ഇഞ്ചക്ഷന്റെ കേസിൽ അത് ആ ഇഞ്ചക്ഷനകത്തുള്ള ലിക്വിഡ് തന്നെ ആ പർപ്പസ് മീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, സോ ഫിൽട്രേഷനകത്ത് നമ്മൾ കണ്ടു ഈ പറഞ്ഞ നോൺ ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ആണ്. അക്വസ് ലിക്വിഡ്സ്, തെർമോലബൈൽ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെയാണ് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യുക. സോ കമ്മിങ് ടു എഥിലീൻ ഓക്സൈഡ്. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ
നമ്മൾ ആദ്യം കണ്ടിരുന്നു പ്ലാസ്റ്റിക് സിറിഞ്ചസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. പിന്നെ ഡ്രൈ പൗഡേഴ്സ്, പ്ലാസ്റ്റിക്, റബ്ബർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡെലിക്കേറ്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹൈപ്പോഡെർമിക് നീഡിൽസ്, ഇൻഫ്യൂഷൻ സെറ്റ്സ്, ഇതൊക്കെ എഥിലീൻ ഓക്സൈഡ് വെച്ച് സ്റ്റെറിലൈസ് ചെയ്യും. അപ്പം ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കുക, അയണൈസിങ് റേഡിയേഷന്റെ ആപ്ലിക്കേഷനും ഈ എഥിലീൻ ഓക്സൈഡിന്റെ ആപ്ലിക്കേഷനും ഒരുമാതിരിയൊക്കെ സിമിലർ ആണ്. മെഡിക്കൽ പ്ലാസ്റ്റിക് ഡിവൈസസ് യൂസേഴ്സ് ഒക്കെ അയണൈസിങ് റേഡിയേഷൻ ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. എഥിലീൻ ഓക്സൈഡും പ്ലാസ്റ്റിക്, റബ്ബർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇൻഫ്യൂഷൻ സെറ്റ് ഒക്കെ എഥിലീൻ ഓക്സൈഡ് ആണ്. അങ്ങനെ ഓർക്കുക. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പം ഈ എഥിലീൻ ഓക്സൈഡ് സാമ്പിളിൽ നിന്ന് കഴിഞ്ഞാൽ, സാമ്പിളിൽ കൂടെ ഈ എഥിലീൻ ഓക്സൈഡ് പാസ് ചെയ്യാണ്. അത് സാമ്പിളിൽ നിലനിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ബോഡിയിലേക്ക് എത്തിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർസിനോജനിക്ക. സെയിം പ്രശ്നമുള്ള വേറൊരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഇല്ലേ? അൾട്രാവയലറ്റ് ലൈറ്റ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ നമ്മളോട് അവിടെ പോയി നിൽക്കരുതെന്ന് പറയും. കാരണം അതിനും കാർസിനോജെനിസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒരു ബേബി പൗഡറിനകത്ത് എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് ഈ എഥിലീൻ ഓക്സൈഡിന്റെ റെമനൻസ് അതിനകത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞ് കുറച്ച് നാളത്തേക്ക് അത് ബാൻ ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുമ്പാണ്. യെസ്. അപ്പൊ അത് ഈ എഥിലീൻ ഓക്സൈഡിന്റെ കാർസിനോജെനിസിറ്റി കൊണ്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ബീറ്റ പ്രൊപ്യോലാക്ടോൺ വേപ്പർ. ബീറ്റ പ്രൊപ്യോലാക്ടോൺ വേപ്പർ നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. രണ്ടും സർഫസസ് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കെമിക്കൽ സ്റ്റെറിലൻ വിച്ച് ഇസ് യൂസ് ടു sterilize surfaces, that is beta propiolactone. Beta propiolactone ultraviolet radiation connect ചെയ്യുക, അയണൈസിങ് റേഡിയേഷൻ എഥിലീൻ ഓക്സൈഡ് കണക്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഡ്രൈ ഹീറ്റിൽ ചെയ്യാൻ പറ്റാത്ത എന്ത്, മോയിസ്റ്റ് ഹീറ്റിൽ ചെയ്യാൻ പറ്റാത്ത എന്ത്. ഡ്രൈ ഹീറ്റിൽ ഗ്ലാസ് സിറിഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു, മോയിസ്റ്റ് ഹീറ്റിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം സ്റ്റീം പെനട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, ഇനി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഓട്ടോക്ലേവിനകത്ത്. ഓട്ടോക്ലേവിന്റെ വർക്കിംഗ് പ്രൊസീജിയറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഓട്ടോക്ലേവിന്റെ വർക്കിംഗ് പ്രൊസീജിയറിനകത്ത് 2-3 കാര്യങ്ങൾ ഓർക്കാനുള്ളത്. ഒന്ന്, ഇത് നമ്മള് സാധനങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോക്ലേവ് ക്ലോസ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ടെമ്പറേച്ചർ പ്രഷറും ഒക്കെ ഹൈ ആവുന്നു. ആ ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറും പ്രഷറും എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടൈം നോട്ട് ചെയ്യുന്നു, പറഞ്ഞിരിക്കുന്ന അത്രയും ടൈം റൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ നമുക്ക് ആവശ്യമുള്ള പ്രഷർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രഷർ ഗേജ് തിരിച്ചു വെക്കുമ്പോൾ, നമ്മുടെ ഈ ഡിസൈഡ് പ്രഷറിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ ആ കറക്റ്റ് പ്രഷറിൽ എത്തുമ്പോൾ അതിന്റെ വിസിൽ വരും. അങ്ങനെയാണ് ആ പ്രഷർ എത്തിക്കഴിയുമ്പോൾ അകത്തുനിന്ന് സ്റ്റീം റിലീസ് ചെയ്യും. അപ്പൊ സ്റ്റീം റിലീസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, സ്റ്റീം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഹീറ്റിംഗ് കുറച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അതേ ഹീറ്റിംഗിലിരുന്ന് അകത്തുള്ള വാട്ടർ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് സ്റ്റീം ആയിട്ട് ഇങ്ങനെ കുക്കർ ഇങ്ങനെ ഫുള്ള് കണ്ടിന്യൂസ് വിസിൽ അടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഓട്ടോക്ലേവ് കണ്ടിന്യൂസ് ആയിട്ട് വിസിലടിക്കും. നമ്മളിപ്പോൾ അതിന് ഹീറ്റിംഗ് കുറച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിസിലടിച്ച് അകത്തുള്ള ഈ പിന്നെ വാട്ടർ ഫുള്ള് ഡ്രൈഡ് അപ്പ് ആവും. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നമ്മൾ ഓട്ടോക്ലേവ് ഓഫാക്കി, ആവശ്യം കഴിഞ്ഞു ഓഫാക്കി ഓട്ടോക്ലേവ് ഉടൻ തന്നെ തുറക്കാൻ പാടുണ്ടോ? ഇല്ല, തുറക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അകത്ത് നല്ല പ്രഷർ കുക്കർ തുറക്കുന്ന പോലെ തന്നെ പ്രഷർ കുക്കർ തുറക്കുന്ന അതേ എഫക്ട് ഉണ്ടാവും. അകത്ത് ഹൈ പ്രഷറാണ്, പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. തുറന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇനി നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്, ഈ ഓട്ടോക്ലേവിനകത്ത് പ്രഷർ ഗേജിൽ നമുക്ക് കാണാം എന്തോരം പ്രഷർ എത്തി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രഷർ ഗേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ്, അതല്ല തിരിച്ചു വെക്കുന്നത്. പ്രഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനകത്തൊരു സ്ക്രൂ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പ്രഷർ ഗേജിൽ ഈ ഓട്ടോക്ലേവിന്റെ അകത്തുള്ള പ്രഷർ കുറഞ്ഞ് പിന്നെ റീഡിങ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്കി കഴിയുമ്പോഴാണ് ഇത് തുറക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുൻപേ തുറഞ്ഞാൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതാണ് ആൻസർ. ഇനി അതിനുശേഷം കുറെ നേരം നമ്മൾ താമസിച്ചു, ലേറ്റ് ആയിപ്പോയി തുറക്കാൻ. അങ്ങനെ തുറന്നു കഴിഞ്ഞാല് അകത്തുള്ള പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള അല്ലെ സൊല്യൂഷൻ ആയിട്ടുള്ള
പിന്നെ സാമ്പിൾസിന്റെ ഉള്ളിലുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം രണ്ട് ആൻസർ. ഒന്ന്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തുന്നതിന് മുൻപ് ഇത് തുറന്നാൽ ആൻസർ ഈസ് എക്സ്പ്ലോഷൻ ഉണ്ടാവും. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫാർമ കെമിസ്റ്റ് BSc ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്തത്? എക്സ്പ്ലോഷൻ എന്നുള്ളതാണ് ആൻസർ. രണ്ടാമത്തേത്, ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ശേഷം വീണ്ടും കുറെ ലേറ്റ് ആയിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അകത്തുള്ള സൊല്യൂഷൻസ് അകത്തുള്ള സോൾവെന്റ് ഇവാപറേറ്റ് ചെയ്ത് പോയി അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട്. ഇതാണ് റീസൺ. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലാഗ് ടൈം എന്ന് പറയുന്നത് ഓട്ടോക്ലേവിലും പറയാറുണ്ട്, ഹോട്ട് എയർ ഓവനിലും പറയാറുണ്ട്. എന്താണ് ലാഗ് ടൈം? What is lag time? Lag time is the time difference between attainment of specified temperature inside the autoclave and the attainment of specified temperature in the article. അതായത് ഓട്ടോക്ലേവിനകത്ത് 121 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് എത്തേണ്ടതെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് ഓൺ ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോക്ലേവിന്റെ അകത്ത് 121 ഡിഗ്രി സെൽഷ്യസ് ആയി, ഓട്ടോക്ലേവിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയറിൽ 121 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഗോസ് പീസിന് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷന്റെ അകത്ത് ഈ ടെമ്പറേച്ചർ ആകാൻ ചിലപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ വേണമായിരിക്കും. അത് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഓരോ സാധനത്തിന്റെ ലാഗ് ടൈം എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഓരോന്നിന്റെയും ലാഗ് ടൈം എന്താണെന്ന് നോക്കി ആ സാമ്പിള് ആ ലാഗ് ടൈമും കൂടെ കൊടുത്തിട്ടെ നമ്മൾ ഈ എക്സ്പോഷർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് സാമ്പിളിന് ഈ പറയുന്ന ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 15 മിനിറ്റ് ആണ് 15 മിനിറ്റ്, 20 മിനിറ്റ് ആണ് 20 മിനിറ്റ് വെക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള അറ്റ്മോസ്ഫിയറിൽ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം അവിടെയുള്ള സാമ്പിളിലേക്ക് സാമ്പിളിന് ഈ ടെമ്പറേച്ചർ ആകാൻ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ടൈമിനെയാണ് ലാഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഹോട്ട് എയർ ഓവന്റെ കേസിൽ പറയുന്ന വേറൊരു കാര്യം, പിന്നെ ഈ ഹോട്ട് എയർ ഓവന്റെ സെന്ററിലുള്ള ഒബ്ജക്റ്റ്, അകത്തുള്ള ഒബ്ജക്റ്റിന്റെ ഏറ്റവും നടുവിലുള്ള സാധനം, നടുവിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനവും മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്ന സാധനവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ അളന്നു നോക്കുകയാണെങ്കിൽ, മെഷർ ചെയ്യുകയാണെങ്കിൽ അത് 5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ആകാൻ പാടില്ല. ആ വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് 5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ആകാൻ പാടില്ല. യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കണം. പിന്നെ ഹോട്ട് എയർ ഓവനിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫാൻ ഇൻ ഹോട്ട് എയർ ഓവൻ ആണ്. ഹോട്ട് എയർ ഓവനകത്ത് ഫാനിന്റെ ആക്ഷൻ എന്താ? ഫാൻ എന്തിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ആൻസർ? ഹീറ്റ് എല്ലായിടത്തേക്കും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അതും ഓർത്തിരിക്കുക. ഫാനിന്റെ ധർമ്മം അതാണ്. എന്താണ്? ഹീറ്റ് എല്ലാ ഏരിയയിലേക്കും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ. ഇത് ടൈം ഫോർ heat or chemical exposure or the dose for radiation exposure required for microbial population to reduce by 1 decimal point or 1 logarithmic unit reduction is called d-value. ഇത് അങ്ങനെ വലിയ ഇത് കണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇത് GPAT-നൊക്കെ ചോദിക്കാറുള്ളതാണ്. PSC ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്താന്ന് ജസ്റ്റ് ഇത് d-value ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. 100 മൈക്രോ ഓർഗാനിസം ഉണ്ടായിരുന്നെങ്കിൽ 90 എണ്ണവും കിൽഡായി 10 എണ്ണം ബാക്കിയാവാൻ എടുക്കുന്ന സമയം. അത് ഏത് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ, ഹീറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 100 മൈക്രോ ഓർഗാനിസം ഉണ്ടായിരുന്നു, അതിൽ 10 എണ്ണം ബാക്കിയാവാൻ വേണ്ടി ഉപയോഗിച്ച റേഡിയേഷൻ ഡോസ്, എത്ര മാത്രം റേഡിയേഷൻ ഉപയോഗിച്ചു, ഇതിന് പറയുന്ന പേരാണ് d-value. അതായത് മൈക്രോബിയൽ പോപ്പുലേഷനെ ടു റെഡ്യൂസ് ബൈ 1 ഡെസിമൽ പോയിന്റ്, അതായത് 90% റിഡക്ഷൻ ഓർ 1 ലോഗരിതമിക് യൂണിറ്റ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ 1 ലോഗരിതമിക് യൂണിറ്റ് റിഡക്ഷൻ എന്ന് പറയാൻ കാരണം ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ്, ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ലോഗ് 100 ലോഗ് 10 തമ്മിൽ 1 ആണ് വ്യത്യാസം. അതാണ് ഈ 1 ലോഗരിതമിക് യൂണിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ റിഡക്ഷൻ എടുക്കുന്ന സമയം ഏത് വാല്യൂ, D ആണോ F ആണോ Z ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ D ആണ്. ഓക്കെ. അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഓടിച്ചു നോക്കുക. ഒത്തിരി അതിനകത്തിരുന്ന് സമയം കളയണ്ട. ഈ PNSU എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രോബബിലിറ്റി ഓഫ് നോൺ സ്റ്റെറൈൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിനകത്തുള്ള
നമ്പർ ഓഫ് നോൺ സ്റ്റെറൈൽ യൂണിറ്റ്സ്. ഇപ്പൊ 100 ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് 2 നോൺ സ്റ്റെറൈൽ എന്ന് കണ്ടുപിടിച്ചാൽ അത് PNSU is 2. ഓക്കെ. ഹോൾഡർ മെത്തേഡ് ഈസ് മെത്തേഡ് ടു ഹോൾഡ് ഗ്ലാസ് വെയർസ് ടു മേക്ക് മിൽക്ക് സേഫ് ടു മെത്തേഡ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഏതാണ്? Make milk safe. മേക്ക് മിൽക്ക് സേഫ്. നമുക്കറിയാം മിൽക്ക് സേഫ് ആക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാസ്ചറൈസേഷൻ മെത്തേഡ്. അതിനകത്ത് 2 മെത്തേഡ് ഉണ്ട്, ഹോൾഡർ മെത്തേഡ്, ഫ്ലാഷ് മെത്തേഡ്. ഫ്ലാഷ് മെത്തേഡിന്റെ വേറെ പേരാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ടെമ്പറേച്ചറുകൾ ഓർത്തിരിക്കണം. ഇങ്ങനെ ഓർക്കാം, ഫ്ലാഷ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ആണ്, പെട്ടെന്നാണ് ഫ്ലാഷ്, ക്യാമറയുടെ ഫ്ലാഷ് അടിക്കുന്ന പോലെ പെട്ടെന്നാണ്. 15 സെക്കൻഡേ അത് ചെയ്യുന്നുള്ളൂ, 15 സെക്കൻഡ്. അപ്പൊ അത് കുറഞ്ഞ ടൈമാണ്, 15 സെക്കൻഡ് ആണ്. അതുകൊണ്ട് അതിന് കൂടിയ ടെമ്പറേച്ചർ വേണം. അത് 71.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിൽക്ക് 15 സെക്കൻഡ് 71.6 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. ഇതാണ് ഫ്ലാഷ് മെത്തേഡ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്, HT മെത്തേഡ്. അപ്പൊ അതർ മെത്തേഡ് എന്താ? അതിന് ടെമ്പറേച്ചർ കുറവായിരിക്കും, ടൈം കൂടുതലായിരിക്കും. അത് ഹോൾഡർ മെത്തേഡ് ആണ്. 62.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ്, 30 മിനിറ്റ് കേട്ടോ. ഓക്കെ. So other methods of sterilization by moist heat: autoclaving, sterilization of vaccines, pasteurization, tyndallization, inspissation, heating with the bactericide, hydrostatic continuous sterilizers. Autoclaving നമ്മൾ കണ്ടു. Sterilization of vaccine അകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. വാക്സിൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ്. അപ്പം അതിനകത്ത് ലൈവ് ആയിട്ടുള്ള ഓർഗാനിസം, ലൈവ് അറ്റൻവേറ്റുള്ള ഓർഗാനിസം ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സബ് യൂണിറ്റ് ആയിരിക്കും. എന്താണെങ്കിലും തെർമോലബയിലായിരിക്കും, അധികം ഹീറ്റ് ഇത് വിസ്റ്റാൻഡ് ചെയ്യില്ല. ഒരു 60 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വാക്സിൻസ് കേടാകാം, അല്ലെങ്കിൽ വാക്സിൻസ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോകാതെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻ സാധാരണ 60 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. ഉദാഹരണത്തിന് പ്ലേഗ് വാക്സിൻ ഒക്കെ 55 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പൊ വാക്സിൻസ് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 60ന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസിനകത്ത് 60ൽ നിന്ന് കുറച്ച് താഴെയുള്ള ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുക. ഓക്കെ. പാസ്ചറൈസേഷൻ നമ്മൾ കണ്ടു, മിൽക്കിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ്. ടിൻഡലൈസേഷൻ, ഇൻസ്പിസേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫ്രാക്ഷണൽ മെത്തേഡാണ്. അതായത് കുറച്ച് നേരം കുറഞ്ഞ ടെമ്പറേച്ചറിൽ, 100ൽ കുറഞ്ഞ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 1 hour ഒക്കെ കീപ്പ് ചെയ്ത് പിന്നെ കുറെ നേരം നോർമൽ ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്തു, വീണ്ടും അടുത്ത ദിവസം 1 hour കീപ്പ് ചെയ്തു. അതായത് ഈ ടിൻഡലൈസേഷനകത്ത് 80 ഡിഗ്രി സെൽഷ്യസിൽ 1 hour കീപ്പ് ചെയ്യും 3 ദിവസം. അതായത് ആദ്യ ദിവസം 1 മണിക്കൂർ വെച്ചു, പിന്നെ അതെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചു സാമ്പിള്. പിറ്റേ ദിവസം അതുപോലെ 80 ഡിഗ്രി സെൽഷ്യസിൽ 1 hour വെച്ചു, വീണ്ടും റൂം ടെമ്പറേച്ചറിൽ വെച്ചു. 3-ാമത്തെ ദിവസം വീണ്ടും അതുപോലെ 80 ഡിഗ്രി സെൽഷ്യസിൽ 1 hour വെച്ചു. ഇതാണ് ടിൻഡലൈസേഷൻ. ഓക്കെ. ഇനി ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ്. ടിൻഡലൈസേഷൻ പറയാറുള്ളത് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ ടിൻഡലൈസേഷൻ ഉപയോഗിക്കും. വേറെ ഏതെങ്കിലും മെത്തേഡിൽ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യുന്നതായിട്ട് അറിയാമോ? ഓട്ടോക്ലേവിംഗ്. വെരി ഗുഡ്. ഓട്ടോക്ലേവിംഗും കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പം കൾച്ചർ മീഡിയ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആദ്യമേ ഓട്ടോക്ലേവിനകത്ത് കൾച്ചർ മീഡിയ വെച്ച് അടച്ച് ഓൺ ചെയ്യരുത്. അതിനു പകരം ഓട്ടോക്ലേവ് ഓൺ ചെയ്ത് അത് പറയുന്ന റിക്വയർഡ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ ഓഫ് ചെയ്ത് തുറന്നിട്ടേ കൾച്ചർ മീഡിയ വെക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്: ആദ്യം തന്നെ നമ്മൾ ഓട്ടോക്ലേവിനകത്ത് ഈ കൾച്ചർ മീഡിയ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ആദ്യം മുതലേ അങ്ങ് ഹീറ്റഡ് അപ്പ് ആവും, കുറെ നേരം ഇരിക്കേണ്ടി വരും. അപ്പം കുറെ നേരം ഇരുന്ന് അതിനകത്ത് ഇവാപറേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൾച്ചർ മീഡിയ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ ആദ്യം ഓട്ടോക്ലേവ് ഓൺ ചെയ്ത് ഹീറ്റ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം കൾച്ചർ മീഡിയ അകത്ത് വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ കൾച്ചർ മീഡിയയുടെ 2 മെത്തേഡാണ്. ഏതൊക്കെ? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും, അതായത് ഓട്ടോക്ലേവിങ്ങും ടിൻഡലൈസേഷൻ. ഓക്കെ. ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ്. ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ബാക്ടീരിയസൈഡും കൂടെ ആഡ് ചെയ്യുന്നു. ക്ലോറോക്രസോള് അല്ലെങ്കിൽ ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റ് അസറ്റേറ്റ് ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കുക. ഓക്കെ. ഇതിന്റെ ടെമ്പറേച്ചറും ടൈമും ഇമ്പോർട്ടന്റ് ആണ്. 98 to 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ്. 98 to 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ് ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡിന്റെ ടെമ്പറേച്ചർ ടൈം.
പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബാച്ച് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് കൺവെയർ ബെൽറ്റിൽ കൂടെ ഈ നമ്മൾ സാമ്പിൾ കൺവെയർ ബെൽറ്റിൽ കൂടെ മൂവ് ചെയ്യിക്കുന്നു. എന്നിട്ട് ഒരു സ്റ്റെറിലൈസറിൽ ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് കോളത്തിൽ ഡിപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് ചെറിയൊരു ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവുന്നു. പിന്നെ ഈ ബെൽറ്റ് പോയിട്ട് ഫൈനൽ സ്റ്റെറിലൈസറിൽ എത്തിക്കുന്നു. അപ്പൊ ഈ സാമ്പിൾസ് ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ നടക്കും. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടിന്യൂസ് സ്റ്റെറിലൈസേഴ്സ്. ഓക്കെ, നമ്മൾ കണ്ടതാണ്. ഈ ടിൻഡലൈസേഷനും ഇൻസ്പിസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻസ്പിസേഷനിലകത്ത് കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറവാണ്, 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ടിൻഡലൈസേഷൻ. ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ് അതിനകത്ത് ഉപയോഗിക്കുന്ന ക്ലോറോപ്രസോളും ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റും ആണ്. ഇതിന്റെ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റ് ആണെങ്കിൽ 0.002% ആണ്. ക്ലോറോപ്രസോള് 0.2% ആണ്. ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ നമ്മൾ എവിടെ പഠിച്ചാലും രണ്ടെണ്ണേ പഠിച്ചുള്ളെങ്കിലും അതിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് ഓർത്ത് പഠിച്ചു വെക്കുന്നത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ് നമ്മൾ കണ്ടായിരുന്നു. പ്ലേഗിന്റെ കേസിൽ 55 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ്, അതുപോലെ കോളറ ടൈഫോയിഡിന്റെ ഒക്കെ 56 ഡിഗ്രി സെൽഷ്യസിൽ 1 അവർ. ഓക്കെ, which of the following radiation is having highest penetration power? Gamma radiation. വെരി ഗുഡ്. എക്സ്റേയും അയണൈസിംഗ് ആണ്, പക്ഷെ ഗാമ റേഡിയേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. സ്റ്റെറിലൈസിംഗ് റേഡിയേഷൻസ് നോൺ അയണൈസിംഗ് ഉണ്ട്, അയണൈസിംഗ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു. യു വി റേഡിയേഷന് ലെസ് പെനട്രേറ്റിംഗ് പവർ ആണ്. യു വി റേഡിയേഷൻ പൊതുവെ സർഫസസിനാണ് പറയുന്നത്, പക്ഷെ ഒരു പ്രോഡക്റ്റ് പറയുന്നുണ്ട് ബ്ലഡ് പ്ലാസ്മയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേരെ. യു വി റേഡിയേഷൻ ബ്ലഡ് പ്ലാസ്മ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കും, ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് അങ്ങനത്തെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അയണൈസിങ് റേഡിയേഷൻസ് ഹൈ എനർജിയാണ്. ടാർഗറ്റ് മോളിക്യൂൾസ് അയണൈസ് ചെയ്യാൻ പറ്റും. ഹൈ പെനട്രേറ്റിംഗ് പവർ ആണ്. എക്സ്റേ, ഗാമ റേസ്, കാഥോഡ് റേസ് ഒക്കെയാണ്. ഇത് പണ്ടത്തെ ഫാർമസിസ്റ്റ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിനകത്ത് ചോദിച്ചത് ഈ മെമ്പർ ഫിൽറ്ററിന്റെ പേരായിരുന്നു. 0.022 പ്ലസ് ഓർ മൈനസ് 0.02. അത് ഏതായിരുന്നു? മില്ലിപ്പോർ GS ആയിരുന്നു. മില്ലിപ്പോർ GS ആയിരുന്നു. ഓക്കെ, അത് നമുക്ക് കാണാം. ഇതിനകത്ത് 0.45 മാഡം ഏതായിരുന്നു പറഞ്ഞത്? മില്ലിപ്പോർ HA ക്യാപിറ്റൽ H ആയിരുന്നു. ഓക്കെ, ഇത് GS ഓ? ഇത് GS 0.22 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞ DHS എക്സാമിന് വന്നതാണ്. ഇതിന്റെ ആൻസർ ഏതാണ്? ബി ആണ്. എന്തുകൊണ്ടാണ് ഈ പോർ സൈസ് ഇമ്പോർട്ടന്റ് ആയെന്ന് നമ്മൾ പറഞ്ഞേ? എന്തുകൊണ്ടാണ് ഈ ഫിൽറ്ററിന്റെ പോർ സൈസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്? മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ സൈസിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സൈസ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഫോർ സ്റ്റെറിലൈസേഷൻ. മില്ലിപ്പോർ HA 0.45 മൈക്രോൺ പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോൺ. ആൻഡ് ഇത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ, കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയുടെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്യൂഡോമോണാസ് എയറോജനോസ. വളരെ സീരിയസ് ആയിട്ടുള്ള ഓർഗാനിസ് ആണ്. നമ്മുടെ ഒഫ്താൽമിക് പ്രോഡക്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഐക്ക് ഇറിവേഴ്സിബിൾ ഡാമേജ്, കണ്ണിന് ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് വിഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത്. ഈ ഒഫ്താൽമിക് പ്രോഡക്റ്റ് മാത്രം സ്റ്റെറൈൽ ആകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്താ? നെയ്സൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇയർ ഡ്രോപ്സ് ഒന്നും സ്റ്റെറൈൽ ആണെന്ന് നമ്മൾ പഠിക്കുന്നില്ല. ആകെ നമ്മൾ പഠിക്കുന്നത് പാരൻട്രൽസ്, ഇൻജെക്റ്റബിൾസ്, അതുപോലെ ഒഫ്താൽമിക് പ്രോഡക്ട്സ് ആണ് സ്റ്റെറൈൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം പറയുന്നത് ഇതാണ്. ചില ബാക്ടീരിയ ഒക്കെ ഇറിവേഴ്സിബിൾ വിഷൻ ലോസ് ഉണ്ടാക്കും, കാഴ്ച നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ്. സ്യൂഡോമോണാസ് എയറോജനസ് അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. അതിന്റെ സൈസ് പറയുന്നത് ഈ 1.5 to 1.5 into 0.5 മൈക്രോൺസ് ആണ്. അപ്പൊ ഈ ചെറിയ പോർ സൈസിൽ അത് എന്തായാലും റീറ്റെയിൻ ചെയ്യും. ഓക്കെ, മോസ്റ്റ് ഓഫൺ യൂസ്ഡ് പോർ സൈസ് ഇസ് 0.2 മൈക്രോൺ, അതായത് 0.22 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോൺ. അത് തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഫിൽട്രേഷൻ. ഓക്കെ, ഇനി കുറച്ച് മെംബ്രെയിൻ ഫിൽട്ടർ മെറ്റീരിയൽസ് ആണ്.
ഫിൽട്ടർ മെറ്റീരിയൽസ് നമ്മൾ ഈ ആസ്ബറ്റോസ് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നിന്നൊക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഈ അതിന്റെ പാർട്സ്, ചെറിയ പാർട്സ് ആയാലും ഈ നമ്മുടെ താഴെയുള്ള ഫിൽട്രേറ്റ് ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതെന്ന് ഓർക്കണം. ഇഞ്ചക്ഷൻ അതിലേക്ക് ഇതിന്റെ പാർട്സ് ഒക്കെ ചിലപ്പോൾ ഷെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചെറിയ പീസസ് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ഒന്നും ഇപ്പൊ അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്റർ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂഷ്വലി ദേ ആർ മേഡ് അപ്പ് ഓഫ് പോളിമേഴ്സ് ലൈക്ക് സെല്ലുലോസ്, അസറ്റേറ്റ്, നൈട്രേറ്റ്, നൈലോൺ, പോളി പ്രൊപ്പിലീൻ, ടെഫ്ലോൺ ഒക്കെ ഉള്ള പോലെയുള്ള പോളിമേഴ്സ് വെച്ചിട്ടാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്. അങ്ങനെയുള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസും ട്രേഡ് നെയിംസും നോട്ടിലുണ്ട്. സോ അതർ ഫിൽറ്റേഴ്സ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ലിമിറ്റഡ് യൂസ് ആണ് ഇപ്പൊ ഇതിനൊക്കെ ഉള്ളത്. എന്നാലും ജസ്റ്റ് ഇതിന്റെ പേരുകൾ കണ്ടിരിക്കുക. ആസ്ബറ്റോസ് ഫിൽറ്ററിന്റെ പേരാണ് സീറ്റ്സ് ഫിൽറ്റർ. സിൻഡേർഡ് അല്ലെങ്കിൽ ഫ്രിറ്റഡ് ഗ്ലാസ് ഫിൽറ്റർ ആണ് മോർട്ടൺ ഫിൽറ്റർ. ഫിൽറ്റർ കാൻഡിൽസ് ആണ് ബെർക്ക് ഫീൽഡ് ഫിൽറ്റർ അല്ലെങ്കിൽ സെറാമിക് ഫിൽറ്റർ. ഡെപ്ത് ഫിൽട്രേഷൻ ആണ്, അതായത് ഇത് സാമ്പിളിലേക്ക് ഡീപ്പായിട്ട് ഫിൽട്രേഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യും ഫിൽറ്റർ കാൻഡിൽസ്. പിന്നെ സിൻഡേർഡ് മെറ്റൽസ് സച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സിൻഡേർഡ് എന്ന് പറഞ്ഞാൽ പൗഡർ പാർട്ടിക്കിൾസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് പോറസ് ആയിട്ടുള്ള ഒരു മാട്രിക്സ് ഉണ്ടാക്കി എന്നുള്ള അർത്ഥമുള്ളൂ. ഈ സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആദ്യം ബോൾ മില്ലിനകത്തിട്ട് പൗഡർ ചെയ്ത് അപ്പൊ കിട്ടുന്ന പാർട്ടിക്കിൾസ് ഫ്യൂസ് ചെയ്യിപ്പിച്ച് ഫിൽറ്റർ ഉണ്ടാക്കുന്നതാണ്. പോർസ് ഉണ്ടാവും, ഈ പോർ സൈസ് വളരെ കുറവായിരിക്കും. അതാണ് സിൻഡേർഡ് എന്നുള്ള വാക്കിയുടെ വന്നിരിക്കുന്നത്. ഓക്കെ, കമ്മിങ് ടു ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ. ആൽക്കൈലേറ്റിംഗ് ഗ്യാസസും ഓക്സിഡൈസിങ് ഗ്യാസസ് നമ്മൾ കണ്ടു. എഥിലീൻ ഓക്സൈഡ് ഒക്കെ ആൽക്കൈലേഷൻ ആണ് ചെയ്യുന്നത്. എഥിലീൻ ഓക്സൈഡ്, ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. ബീറ്റ പ്രൊപ്പിയോലാക്ടോണിന്റെ ആപ്ലിക്കേഷൻ എന്തിന് സിമിലർ ആയിരുന്നു? നോൺ അയണൈസിങ്, UV റേഡിയേഷൻ. സോ സർഫസസ് ആർ സ്റ്റെറിലൈസ്ഡ് യൂസിങ് ദിസ് കെമിക്കൽ. ഓക്കെ, പിന്നെ ഗ്ലൂട്രാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്. ഗ്ലൂട്രാൽഡിഹൈഡിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം, ഗ്ലൂട്രാൽഡിഹൈഡിന്റെ ഈ സ്റ്റെറിലൈസേഷൻ അല്ലെ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് pH സെൻസിറ്റീവ് ആണ്. സാധാരണ pH 7.5 to 8.5, 7ന്റെ മുകളിലേക്കുള്ള pHലാണ് ഗ്ലൂട്രാൽഡിഹൈഡ് നല്ല ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ pH ഒന്ന് ഓർത്തിരുന്നോ? ഈയിടെ ഗൾഫ് എക്സാംസിനൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗ്ലൂട്രാൽഡിഹൈഡ് ഹാസ് ബെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ ഇൻ വിച്ച് pH എന്നുള്ള. എബവ് 7 ആണ്, 7ന്റെ മുകളിൽ 7.5 to 8.5 ഒക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്സിഡൈസിങ് ഗ്യാസസ്, അതിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓസോൺ, ക്ലോറിൻ ഡയോക്സൈഡ്, പെറാസെറ്റിക് ആസിഡ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓട്ടോക്ലേവിന്റെയും പിന്നെ ഇതിന്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായില്ലേ നോട്ടില്? മനസ്സിലാവുന്നില്ല. ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പടം ഉണ്ട്, ഇമേജ് ഡയഗ്രാം. ആ പടം വെച്ചിട്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, അതൊന്നും പറഞ്ഞുതരുമോ? പടം വെച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാനിത് ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ അത് നോട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ. So which of the following organism can be used as biological indicator for dry heat sterilization? ഇതിന്റെ ആൻസർ എന്താണ്? ബാസിലസ് സബ്റ്റിലിസ് ആണ്. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്താണ്? ഇൻഡിക്കേറ്റർ എന്താണ്? സ്റ്റെറിലൈസേഷനകത്ത് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മോണിറ്റർ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ആദ്യം സ്റ്റെറിലൈസേഷന്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ ഒരു വാക്ക് കണ്ടിരുന്നു. സ്റ്റെറിലൈസേഷൻ ഇസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അതായത് നമ്മളൊരു സാമ്പിൾ എടുത്തു, ഹോട്ട് ഓവനകത്ത് വെച്ചു, സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചു, ഇത്ര സമയം വെച്ചു, തിരിച്ചെടുത്തു കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസമാണ് എന്ത്, ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാകും. കാരണം നമുക്ക് ഈ സാമ്പിൾ സ്റ്റെറിലൈസ് ചെയ്ത സാമ്പിളിനകത്ത് ഇപ്പം ഇഞ്ചക്ഷൻ ഇപ്പൊ ഒരു 1,00,000 ആംബ്യൂൾസ് ഉള്ളൊരു ബാച്ച് ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കഴിയുമ്പോൾ എല്ലാ ആംബ്യൂളും നമുക്ക് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഇനി മൈക്രോ ഓർഗാനിസം ഉണ്ടോ എന്നുള്ളത്. അപ്പം സ്റ്റെറിലൈസ്ഡ് ഈ ടെമ്പറേച്ചറിൽ ഇത്ര സമയം വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് ആകുമെന്നുള്ള ഒരു പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഈ സ്റ്റെറിലൈസേഷനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് പ്രോഡക്റ്റിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും, അതായത് കണ്ടാമിനേഷൻ നിലനിൽക്കും. അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ പരാജയപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്.
അത് ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തുള്ളത്. അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇത് രണ്ടും. അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്, മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. 121 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഓട്ടോക്ലേവ്, 121 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന ഒരു ഓട്ടോക്ലേവിംഗ് പ്രോസസ്, അത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഈ 121 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കും. അതുവരെയുള്ള ഹീറ്റ് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. 120-121 ഡിഗ്രി സെൽഷ്യസ് വരെ അത് കിൽഡ് ആവില്ല, അത്ര റെസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ സെലക്ട് ചെയ്തിട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ടേബിളൊക്കെ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓട്ടോക്ലേവിന്റെ ഉള്ളിൽ അങ്ങ് വെക്കും. എന്നിട്ട് നമ്മൾ ഓട്ടോക്ലേവിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പം ഇതെടുത്ത് നോക്കും. അപ്പൊ ഇതെടുത്ത് നോക്കി കഴിയുമ്പം ഈ സാമ്പിൾ ലൈവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല. ഒന്നെങ്കിൽ ടെമ്പറേച്ചർ ഫെയിലായി, അല്ലെ പ്രഷർ ഫെയിലായി, എന്തോ സംഭവിച്ചു, സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ല. അപ്പൊ ആ ബാക്കിയുള്ള സാമ്പിൾ ഒന്നും സേഫ് അല്ല എന്ന് മനസ്സിലായി. അപ്പൊ അതാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിന്റെ ഉപയോഗം. അത് തന്നെ ബാക്ടീരിയ അല്ല വെക്കുന്നത്, അതിന്റെ സ്പോറ വെക്കുന്നതെന്ന് പറയുന്നത്. സ്പോർ എന്ന് പറഞ്ഞാൽ വീണ്ടും റെസിസ്റ്റന്റ് ആണ്. അപ്പം ഈ സ്പോർസ്, ചില സ്പെഷ്യൽ സ്പോർസിന് നമ്മൾ ചില ഓരോ മെത്തേഡിന് സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ചോദിക്കാറുണ്ട്, ഇത് കാണാണ്ട് പഠിക്കണം. സ്റ്റീം സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്നത് ജിയോബാസില്ലസ് സ്റ്റീറോതെർമോഫിലസ്, ബാസില്ലസ് സബ്റ്റിലിസ്, ബാസില്ലസ് മിത്തി, ക്ലോസ്ട്രിഡിയം, സ്പോറോജിൻസ്. അതിനകത്ത് ഈ ബാസില്ലസ് സബ്റ്റിലിസിന്റെ ഒരു വെറൈറ്റിയാണ് ബാസില്ലസ് സബ്റ്റിലിസ് വെറൈറ്റി നൈഗർ. അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഓൺലി ഇൻഡിക്കേറ്റർ ആണ്. ആ ഒരൊറ്റ ഓർഗാനിസം നമ്മൾ ബാസില്ലസ് സബ്റ്റിലിസ് വെറൈറ്റി നൈഗർ മാത്രമാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബാസില്ലസ് അട്രോഫേയസ്. ഓക്കെ, ഈ നമ്പർ ATCC എന്നുള്ള നമ്പർ ഈ അമേരിക്കൻ കോഡാണ്, ഓരോ ഓർഗാനിസത്തിനുള്ള കോഡാണ്. ഓക്കെ, അപ്പൊ വെറൈറ്റി. ഓക്കെ, ദെൻ കമ്മിങ് ടു ഗ്യാസ്, ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡിന് ഇതേ ഓർഗാനിസം ആണെന്ന് ഓർക്കുക, ബാസില്ലസ് അട്രോഫേയസ് തന്നെയാണ്. ഡ്രൈ ഹീറ്റിന്റെ ഓർഗാനിസം തന്നെയാണ് എഥിലീൻ ഓക്സൈഡ്. അത് തന്നെയാണ് പെറാസെറ്റിക് ആസിഡിന്, അത് തന്നെയാണ് ക്ലോറിൻ ഡയോക്സൈഡ്. ഓക്കെ, അതുപോലെ ഓട്ടോക്ലേവിങ്ങിന്റെ അതേ ഓർഗാനിസം സ്റ്റിയറോ തെർമോഫിലിസ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസേഷൻ, അതുപോലെ ഓസോൺ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഏതിനൊക്കെ കോമൺ ആയിട്ട് വരുന്നുള്ളത് എന്നുള്ളത് നോക്കി എങ്ങനെയെങ്കിലും ഒക്കെ ഇത് പഠിച്ചോളാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. റേഡിയേഷന് ബാസില്ലസ് പ്യൂമിലിസ് ആണ്, ബാസില്ലസ് പ്യൂമിലിസ്. ഓക്കെ, ഫിൽട്രേഷന് സ്യൂഡോമോണാസ് ഡിമിന്യൂട്ട എന്ന് പറഞ്ഞൊരു ചെറിയ ഓർഗാനിസത്തെ ഉപയോഗിക്കാറുണ്ട്. ഫോർമാലിഹൈഡിന് ബാസില്ലസ് സബ്റ്റിലിസ് വെറൈറ്റി നൈഗർ. ഇത് നമ്മൾ ഏതിലായിരുന്നു കണ്ടേ? ബാസില്ലസ് സബ്റ്റിലിസ് വെറൈറ്റി നൈഗർ ഇസ് ദ ഓർഗാനിസം ഓഫ് ഏതായിരുന്നു? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഓർഗാനിസം ആയിരുന്നു. ഓക്കെ, ഇന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യണം, നിങ്ങളത് പഠിച്ചോളാം. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് പെറാസെറ്റിക് ആസിഡിന് ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് നമ്മൾ ആ ടേബിളിൽ കണ്ടത് തന്നെയാണ്. സോ കമ്മിങ് ടു ഫിസിക്കൽ മോണിറ്റേഴ്സ്, അത് ബയോളജിക്കൽ മോണിറ്റേഴ്സ് ആണ് മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നത്. ഫിസിക്കൽ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് കാണിക്കുക. ഈ മോണിറ്റർ അകത്ത് വെച്ചു പ്രോസസ്സ് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഓക്കെ, റേഡിയേഷൻ സ്റ്റെറിലൈസേഷനകത്ത് ഫിസിക്കൽ മോണിറ്റർ ആയിട്ട് പ്ലാസ്റ്റിക് ഡോസിമീറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഡോസിമീറ്റർ എന്നുള്ള വാക്ക് വെച്ച് നിങ്ങൾ ഓർക്കുക, റേഡിയേഷൻ ഡോസ് കറക്റ്റ് ആയിരുന്നോ എന്ന് അറിയാനുണ്ട്. അപ്പൊ ഡോസിമീറ്റർ എപ്പോഴും റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ വരിക. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ഓർക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡോസിമീറ്റർ ഈസ് ദ മോണിറ്റർ സ്റ്റെറിലൈസേഷൻ മോണിറ്റർ 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതിനകത്ത് റേഡിയേഷൻ ആയിരിക്കും ആൻസർ. കമ്മിങ് ടു ഫിൽട്രേഷന്റെ ഈ ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ DHS DME എക്സാമിന് തന്നെയാണെന്ന് തോന്നുന്നു ചോദിച്ചേക്കുന്നത്, അതോ അനലിസ്റ്റ് എക്സാമിന് മറ്റുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അന്ന് ഈ ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫിൽട്രേഷനകത്ത് ഫിൽറ്ററിന്റെ പോർ സൈസ് വളരെ ഇമ്പോർട്ടന്റ്. അത് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ, പോർസ് വലുതായിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ അതിലെ ലീക്ക് ചെയ്യും, അത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ്. ഇത് ഒരു ലിക്വിഡിനകത്ത് ഈ ഫിൽറ്റർ മുക്കുമ്പോ ഈ ലിക്വിഡ് മെല്ലെ ഈ ഫിൽറ്ററിൽ കൂടെ കയറി ഫിൽറ്ററിന്റെ ഹോളിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പൊ കുറഞ്ഞ ലിക്വിഡ് ഉള്ളത് കൊണ്ട് ഹോളിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന ബബിൾ ആയിട്ടായിരിക്കും, കുമിളയായിട്ടായിരിക്കും. ഈ കുമിള പൊട്ടുന്ന പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യും, പ്രഷർ അളക്കും.
ദാറ്റ് പ്രഷർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ പോർ സൈസ് എന്നാണ് പറയുന്നത്. പോറിന്റെ സൈസിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും ആ കുമിള പൊട്ടാനുള്ള ഫസ്റ്റ് കുമിള പൊട്ടുന്ന പ്രഷർ എന്നാണ് പറയുന്നത്. അതാണ് ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ്. ദാറ്റ് ഈസ് എ ടെസ്റ്റ് ടു അനലൈസ് ദ ഇന്റഗ്രിറ്റി ഓഫ് ഫിൽറ്റേഴ്സ്. ഫിൽട്ടർ ഇന്റഗ്രിറ്റി, ഫിൽട്ടർ കീറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഫിൽട്ടറിനെ ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ആണ് ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ്. ഓർക്കാം. നെക്സ്റ്റ് ബ്രൗൺസ് ട്യൂബ് ആണ്. ബ്രൗൺസ് ട്യൂബ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ബ്രൗൺസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റിയാക്ഷൻ മിക്സ്ചർ ഉണ്ടാവും. അത് ഹീറ്റ് മെത്തേഡുകൾക്കാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പൊ ഹീറ്റ് മെത്തേഡുകളിൽ ഈ ബ്രൗൺസ് ട്യൂബ് വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തും. സ്റ്റെറിലൈസേഷൻ നടത്തി കഴിഞ്ഞ് പ്രോസസ്സ് കഴിയുമ്പോൾ ബ്രൗൺസ് ട്യൂബിലെ റിയാക്ഷൻ മിക്സറിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസറിൽ ബ്രൗൺസ് ട്യൂബ് ഗ്രീൻ കളർ കാണിക്കും. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസറിൽ ഓട്ടോക്ലേവിൽ അത് ബ്ലാക്ക് കളറാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ കളേഴ്സ് ഒക്കെ ഇതിനകത്ത് ഈ ടേബിളിലുണ്ട്. നെക്സ്റ്റ് ഇസ് വിറ്റ്നസ് ട്യൂബ്. വിറ്റ്നസ് ട്യൂബ് ഇങ്ങനെ ഓർക്കുക. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ്. ഡയറക്റ്റ് സാക്ഷിയാണ് ഈ ട്യൂബ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ എല്ലാരും? ഓക്കെ, വിറ്റ്നസ് എന്ന് പറഞ്ഞ സാക്ഷി എന്നാണ്. ഡയറക്റ്റ് സാക്ഷിയാണ് ഈ വിറ്റ്നസ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ചെയ്യുന്നത്? ഈ വിറ്റ്നസ് ട്യൂബിനകത്ത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണുള്ളത്. ആ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹീറ്റ്, നമ്മൾ പറയുന്ന സ്പെസിഫൈഡ് ഹീറ്റ് എത്തുമ്പോൾ, സ്പെസിഫൈഡ് ഹീറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റൽ ഉരുകും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളു. ഇപ്പൊ നമുക്ക് 115 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റെറിലൈസർ എത്തുന്നുണ്ടോ എന്ന് അളക്കാനാണെങ്കിൽ നമ്മൾ സൾഫർ ഉപയോഗിക്കും. സൾഫറിന്റെ 115 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ അങ്ങനെ ഓർക്കുക, ഡയറക്റ്റ് സാക്ഷിയാണ്, വിറ്റ്നസ് ആണ്, നേരെ മെൽറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഫില്ല് ചെയ്ത ട്യൂബാണ് വിറ്റ്നസ് ട്യൂബ്. ഓക്കെ, അപ്പൊ അസറ്റിക് ആൻഹൈഡ്രൈഡ് അത് 120 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ബെൻസോയിക് ആസിഡ് 121 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് ടേപ്പ്. ഇവിടെ നിങ്ങൾ ഒരു പേര് പഠിച്ചു വെക്കാനുണ്ട്, ബോവി ഡിക്ക് ടെസ്റ്റ്. ബോവി ഡിക്ക് ടെസ്റ്റ്. ബോവി ഡിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ആണ്. ഓട്ടോക്ലേവിന്റെ ഉള്ളിൽ വെക്കുന്ന സർജിക്കൽ ഡ്രസ്സിങ്സ് ഒക്കെ വെച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഓട്ടോക്ലേവിന്റെ ഉള്ളിലുള്ള എയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയോ, സർജിക്കൽ ഡ്രസ്സിങ്ങിന്റെ ഉള്ളിലേക്കും അകത്തെ എല്ലാ ഏരിയയിലേക്കും സ്റ്റീം ചെന്ന് തട്ടിയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ബോവി ഡിക്ക് ടെസ്റ്റ്. അതിന് ഉപയോഗിക്കുന്ന ടേപ്പാണ് ഹീറ്റ് സെൻസിറ്റീവ് ടേപ്പ്. നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഈ സർജിക്കൽ ഡ്രസ്സിങ്ങിന്റെ പാക്കിന്റെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു വെക്കും. അതിനുശേഷം ഓട്ടോക്ലേവിങ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഈ ടേപ്പിൽ ചില വരകളുണ്ട്, സ്ലാൻഡഡ് ലൈൻസ്. അതെല്ലാം ഡാർക്കായി കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ട്. അപ്പം ഹീറ്റ് സെൻസിറ്റീവ് ടേപ്പ് ഈസ് യൂസ്ഡ് ഇൻ ബോവി ഡിക്ക് ടെസ്റ്റ്. ഇറ്റ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓർക്കാം. ഇനി റോയ്സ് സാഷെ, ഇത് ചോദിക്കാം. റോയ്സ് സാഷെ ഈസ് യൂസ്ഡ് എസ് എ മോണിറ്റർ ഓഫ് എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ, ഇതിന്റെ ഉള്ളിൽ ഒരു റിയാക്ഷൻ മിക്സർ ഉണ്ട്. എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇതിന്റെ യെല്ലോ കളർ പർപ്പിൾ കളർ ആവും. യെല്ലോ കളർ പർപ്പിൾ കളർ. അപ്പൊ ഇതിനുള്ളിലുള്ള റിയാക്ഷൻ മിക്സ്ചർ മഗ്നീഷ്യം ക്ലോറൈഡ് HCl ആൻഡ് ബ്രോമോഫിനോൾ ബ്ലൂ ഇൻഡിക്കേറ്റർ. മഗ്നീഷ്യം ക്ലോറൈഡ് HCl ആൻഡ് ബ്രോമോഫിനോൾ ബ്ലൂ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ എഥിലീൻ ഓക്സൈഡ് കറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഥിലീൻ ക്ലോറോഹൈഡ്രൻ ഉണ്ടാകും. അങ്ങനെയാണ് യെല്ലോ കളർ പർപ്പിൾ കളർ ആകും. ഓക്കെ, റോയ്സ് സാഷെ. റോയ്ക്ക് ഭയങ്കര ഗ്യാസ് ആണെന്ന് ഓർക്കുക കേട്ടോ. റോയ്സ് സാഷെ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിലാണ് ഉപയോഗിക്കുക, എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, chemical dosimeters. Dosimeters are used as monitors of which type of sterilization? റേഡിയേഷൻ. Chemical dosimeter റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ നോട്ടിലുണ്ട്. അപ്പൊ ആ ടേബിൾ നന്നായി വായിച്ചു നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ആ പറഞ്ഞ സംശയം നോക്കാം. ഒരു മിനിറ്റ്.